ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. എന്നാലും ഞാനൊരല്പം കേട്ടു. രണ്ടുപേരും പറഞ്ഞതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ ഞാൻ ഉൾക്കൊള്ളുന്നു. ഒന്നാമതായിട്ട് ഖുർആനിൽ വ്യാകരണ തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഖുർആനിനകത്തുണ്ടല്ലോ. ഇതൊരു തട്ടിക്കൂട്ട് പുസ്തകമാണ് എന്ന് പറഞ്ഞല്ലോ. അതങ്ങനെ തന്നെയാണല്ലോ. മുഹമ്മദ് നബി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് എഴുതിയുണ്ടാക്കിയതാണ് എന്നും അതുപോലെ അറബി ഭാഷ മാത്രമല്ല ഒരുപാട് ദൗർബല്യങ്ങളും ചില ചോദ്യങ്ങളോട് അസഹിഷ്ണുതയും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരു പടച്ചോനെ നമുക്ക് കാണാം. പടച്ചോൻ എന്ന് പറഞ്ഞാല് പറഞ്ഞുതരാം പറയുമല്ലേ, സർവ്വവിജ്ഞാനകോശമാണ് എന്ന് പറയുന്ന പടച്ചോൻ ചില കാര്യങ്ങളോട് അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത് എന്ന് പറഞ്ഞു. കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന 29 അധ്യായങ്ങളുണ്ട് നമുക്ക്. അതായത് കഫ യ ഐൻ സ്വാദ് 1 അലിഫ് ലാം മീം ഇങ്ങനെ കേവല അക്ഷരങ്ങൾ. അതിന്റെ അർത്ഥം നമുക്കറിയണ്ടേ? നമുക്കൊരു ഗുണവും ഇല്ലാത്ത പറയൂ. എനിക്ക് ആദ്യം ഇത് എനിക്ക് സംസാരിക്കാൻ തന്ന അവസരമാണല്ലോ. എനിക്ക് വളരെ കുറച്ച് സമയം മതി. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മതിയാകും. ആ 3 മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ വിഷയം പറയട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് നമ്മുടെ മോഡറേറ്റർ സമയം തരും. അതല്ലേ അതിന്റെ ഒരു മര്യാദ? ഓക്കെ. അപ്പോ അങ്ങനെ ഒരുപാട് കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങളുണ്ട്. 29 അധ്യായങ്ങൾ. അതിന്റെ അർത്ഥം ഇതുവരെ ആർക്കും അറിയില്ല. ഖുർആനിന്റെ പരിഭാഷകർക്ക് അറിയില്ല, വിവർത്തകർക്ക് അറിയില്ല, മുഫസ്സിറുകൾക്ക് ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴും 1400 കൊല്ലങ്ങളായിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഖുർആനിനകത്ത് ഒരുപാട് വ്യാകരണ തെറ്റുകളുണ്ട്, പിന്നെ ഭാഷാ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ കർത്തൃവാചിക്കു പകരം ക്രിയാധാതു, ഞാൻ മലയാളം പഠിച്ച ആളാണ് കേട്ടോ. അതുപോലെ കർമ്മണി പ്രയോഗത്തിന് പകരം കർത്തരി പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അർത്ഥവ്യത്യാസം വരുന്ന ഒരുപാട് ഭാഷാ ഘടനകളുണ്ട്. ആകാരത്തിന് പകരം ഊകാരം പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ സ്ത്രീലിംഗത്തിന് പകരം പുല്ലിംഗം പ്രയോഗിച്ചിട്ടുണ്ട്. ഏകവചനത്തിന് പകരം ബഹുവചനം പ്രയോഗിച്ചിട്ടുണ്ട്. ആഖ്യയും ആഖ്യാതയും തമ്മിൽ ലിംഗത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ റിസർച്ച് ചെയ്ത് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ലിംഗം വേറെയും വചനം വേറെയുമായിട്ട് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ദ്വിവചനത്തിന് പകരം ബഹുവചനം, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ 2 പേർ എന്ന് പ്രയോഗിക്കേണ്ടി വരും. അതിന് പടച്ചോൻ ബഹുവചനം കുറെ ആളുകൾ എന്ന രൂപത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അകാരത്തിൽ നിന്നുള്ള ക്രിയയുടെ ഘടകം അകാരത്തിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് വ്യാകരണ തെറ്റുകൾ ഖുർആനിനകത്തുണ്ട്. 1. 2, അള്ളാഹുവിനെ കുറിച്ചിട്ട് നമ്മൾ ഖുർആനിലൂടെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു ഒരു പുരുഷനാണ്. ഒരിക്കലും ഹിയ എന്ന രൂപത്തിൽ പടച്ചോനെ നമുക്ക് കാണാൻ കഴിയില്ല. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. അതല്ലെങ്കിൽ ഹും എന്ന് പറയാമല്ലോ ഒന്നിലേറെ ആളുകളാണെങ്കിൽ. അതുപോലെ അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നാം നമ്മൾ അങ്ങനെ നെഹ്നു എന്ന അർത്ഥത്തിൽ പലപ്പോഴും ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഖുർആൻ ഒരു നല്ല ഭാഷാ പ്രാവീണ്യമില്ലാത്ത ആരോ എഴുതി ഉണ്ടാക്കിയതാണ് എന്ന് വ്യക്തമാണ്. അതൊക്കെ എൻ്റെ കയ്യിൽ അതിന്റെ തെളിവുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ തരാം. ഒന്നതാണ് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണ് എന്ന് പറയാൻ കാരണം ആദ്യമായിട്ട് ഇറങ്ങിയ വചനം ഏതാണ്? ഇഖ്റ അല്ലെ, സൂറത്തുൽ അലക്കാണ്. അത് ഇന്ന് കിടക്കുന്നത് ഏതാ? 93-മതോ 96-മതോ? ഇതെങ്ങനെ വന്നു? ഇത് അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥത്തിന് കൃത്യമായിട്ടൊരു ഓർഡർ ഉണ്ടാകണമല്ലോ, അതിനകത്ത് അർത്ഥമുണ്ടാകണം. അത് അള്ളാഹുവിന്റെ സൃഷ്ടിയായതുകൊണ്ട് തന്നെ അത് അന്യൂനമായിരിക്കണം, ന്യൂനതകളില്ലാത്ത രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഞാൻ 2 മിനിറ്റാണ് ചോദിച്ചത്, 3 മിനിറ്റ് എടുത്തിട്ടുണ്ട്, ക്ഷമിക്കണം. ഇതാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ ചോദിക്കാനുള്ളത്. ഓക്കെ, ഇനി മറുപടി പറയാനുള്ളവർക്ക് അവസരം കൊടുക്കുക. മറിയ സിസ്റ്ററോടെങ്കിലും ഒന്ന് മോഡ് ചെയ്യണമേ. മറിയ സിസ്റ്റർ, മറിയ സിസ്റ്റർ ഒന്ന് മോഡ് ചെയ്യണം. അസഹിഷ്ണുത ഉണ്ട് എന്ന് പറഞ്ഞില്ല, ഏതായത്തെ എന്ന് പറഞ്ഞു. എന്താണ് എന്താ വിശുദ്ധ ഖുർആന് അസഹിഷ്ണുത പരത്തുണ്ട് എന്നുള്ളൊരു വാദം പറഞ്ഞു. ഖുർആനകത്ത് മൊത്തം അസഹിഷ്ണുത തന്നെയല്ലേ ഉള്ളൂ. ഏതാ വേണ്ടത്? തുടക്കം മുതൽ തന്നെ എടുക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും
അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ആരെയാ ശപിച്ചത്? ആരാ ശപിച്ചത്? അയാളുടെ കഴിവും കഴിവുകേടും കൃത്യമായിട്ട് അറിയുന്ന അള്ളാഹുവിന് പിശാജ് എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഇത്രമാത്രം വെകിളി ഉണ്ടാകുന്നത്? ആ പിശാജിനെ സൃഷ്ടിച്ചിട്ട് ആ പിശാജിനെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ എന്റെ ചോദ്യം കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ മറുപടി പറയേണ്ടത്. എനിക്ക് ആദ്യം സമയം തന്നു. ആ സമയത്തിൽ കൃത്യമായിട്ട് ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് തിരിച്ചൊരൊറ്റ പോയിന്റേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ, എന്താണ് ഖുർആനിന്റെ അസഹിഷ്ണുത. അപ്പൊ ഖുർആനിന്റെ അസഹിഷ്ണുത ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ചിങ്ങോട്ട് ഓവർടേക്ക് ചെയ്യല്ലേ? ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ ആ പിശാചിനെ സൃഷ്ടിച്ചിട്ട് ആ പിശാചിന്റെ കഴിവും കഴിവുകേടും മനസ്സിലാക്കി ആ ഒരു സൃഷ്ടിയെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയാതെ ആ പിശാചിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് അസഹിഷ്ണുതയുണ്ടായിട്ട് ഫസ്തഅദിന ബില്ലാ, നിങ്ങൾ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോഴൊക്കെ പിശാചിൽ നിന്നും ശരണം തേടിക്കോ ശരണം തേടിക്കോ. പിശാചിനെ കണ്ടു കഴിഞ്ഞാൽ നമസ്കാരത്തിന്റെ വേളയിലാണെങ്കിൽ പോലും നിങ്ങൾ കാർക്കിച്ച് തുപ്പിക്കോളാനൊക്കെ പറയുന്നതിനെക്കാട്ടിൽ വലിയ അസഹിഷ്ണുത വേറെ എവിടെയാ വേണ്ടത്? സുഹൃത്തുക്കള്, മനുഷ്യന്റെ കൂടെ ഒരു പൈശാചിക ചിന്തയുടെ നന്മയുണ്ടാവും. അപ്പൊ ഈ പൈശാചിക ചിന്ത വരരുത് എന്നുള്ള നിലക്കാണ് ഇത് പറയുന്നത്, അല്ലെ? എല്ലാവരിലും പൈശാചിക ചിന്തകൾ ഉണ്ടാകുമോ? എനിക്ക് പൈശാചിക ചിന്തകളൊന്നും ഇല്ല കേട്ടോ. ഞാൻ എപ്പോഴും നല്ല രൂപത്തിൽ ചിന്തിക്കുന്ന ആളാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവിനെ പോലും പോസിറ്റീവ് സെൻസിൽ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ആ പോസിറ്റീവ് എനർജി മാത്രം ഒരു മനുഷ്യനിൽ നിറയ്ക്കാൻ പടച്ചോന് കഴിവില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് പറഞ്ഞു, ഞാൻ എല്ലാരും നന്മയുള്ളവരാക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് രണ്ട് വ്യക്തിത്വങ്ങളുടെ ഒരാളില് ചീത്തത് ചെയ്യാനുണ്ട്, നന്മ ചെയ്യാനുണ്ട്. അതിൽ ഏത് നന്മ തിരഞ്ഞെടുത്താൽ അവൻ സ്വർഗത്തിൽ എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുക്കാനുള്ള കഴിവ് ആരാ തരേണ്ടത്? അത് രണ്ടിനും കഴിവ് കൊടുത്തണം മനുഷ്യന്. രണ്ടും ചെയ്യാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. നന്മ ചെയ്തവൻ നല്ല നിലയിൽ പോവും. അപ്പൊ നന്മ മാത്രം കൊടുക്കുന്നത് അള്ളാഹുവും തിന്മ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നുമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞ് തടി ഊരല്ലേ സുഹൃത്തെ. ഒരു മനുഷ്യൻ ഈമാനിന്റെ വിശ്വാസമുണ്ട് 6 എണ്ണം. അതിനകത്ത് ഖൈറും ഷർറും കുല്ലും മിൻ ഇൻദി റബ്ബി, അത് രണ്ടും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനിൽ ചീത്ത വികാരങ്ങൾ, വിചാരങ്ങൾ, പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത് പടച്ചോനാണ് എന്നല്ലേ അതിനകത്ത് പറഞ്ഞത്. അങ്ങനെ വിശ്വസിക്കാത്തവൻ എങ്ങനെയാ സത്യവിശ്വാസിയാവുക? അപ്പൊ അത് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട്, ശരി, അത് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാൽ അത് പടച്ചോന്റെ കഴിവുകേടല്ലേ? സൗമ്യയെ കണ്ടപ്പോൾ ഗോവിന്ദച്ചാമിക്ക് മോഷണം മാത്രമല്ല, ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോൾ ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗം എന്തോ കൊണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ലൈംഗിക ഉദ്ധാരണം ഉണ്ടായത് അള്ളാഹുവിന്റെ ആ ഒരു സൃഷ്ടി വൈഭവത്തിന്റെ വൈകല്യമല്ലേ? അതിനാണ് മതം എന്നുള്ളത്. അതനുസരിച്ച് ജീവിക്കാൻ പറയുന്നത് അതാണ്. എന്റെ പൊന്നു സുഹൃത്തെ, മനുഷ്യനെ പറഞ്ഞു പറഞ്ഞ് പ്രാന്താക്കല്ലേ. ഈ നിൽക്കുന്ന ആളുകളുടെ സമയം വേസ്റ്റ് ആക്കല്ലേ. ചോദ്യം ഇതാണ്, നിങ്ങൾ കൃത്യമായിട്ട് അതൊന്ന് കേട്ടിട്ട് അതിന് മറുപടി പറയൂ. അതായത് അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ, നാം നിങ്ങൾക്ക് 2 കണ്ണുകളും 1 നാവും 2 ചുണ്ടും 2 മാർഗങ്ങളും ഏർപ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഇത് രണ്ടും വിവേചിച്ചറിയാൻ, ഏത് തെരഞ്ഞെടുക്കണം എന്ന് പറയാൻ എന്ന് പടച്ചോനാണ് തീരുമാനിക്കേണ്ടത്, നമ്മൾ ഏത് തെരഞ്ഞെടുക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പടച്ചോൻ 100% യോഗ്യനാണ്. എന്തുകൊണ്ട്? തെറ്റ് ചെയ്യുമ്പോൾ മാത്രം മനുഷ്യനിലേക്ക് വരികയും ശരി ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ചിന്തയിലേക്ക് വരികയും ചെയ്യുന്നു. ഫ്രീ മൈക്ക് എടുത്ത് സംസാരിച്ചോളൂ. ഫ്രീ പോയെന്ന് തോന്നുന്നു. മുഹമ്മദിന് വേണമെങ്കിൽ ആൻസർ ചെയ്യാം. ഇത് വേണമെങ്കിൽ ഫ്രീ വന്നല്ലോ വീണ്ടും. മുഹമ്മദിനോ ഫ്രീക്കോ ടീച്ചറോട് മറുപടി പറയാം. വേറെ ആരും ഇടയിൽ കയറുന്നില്ല. സമയം നിങ്ങളുടേതാണ്.
പ്ലീസ് സമയം കളയല്ലേ പ്ലീസ്. താങ്കൾക്ക് റിപ്ലൈ ഉണ്ടെങ്കിൽ പറയാ, ഇല്ലെന്നുണ്ടെങ്കിൽ ടീച്ചർ മുഹമ്മദ് പറയാനുണ്ട്, പക്ഷെ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാം. ഇതിനൊക്കെ വ്യക്തമായ മറുപടി ഉണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. നിങ്ങൾ സത്യാന്വേഷികളാവുമ്പോഴേ നിങ്ങൾക്ക് സത്യം കണ്ടെത്താൻ കഴിയുള്ളൂ. എന്റെ പൊന്നു നിങ്ങളുടെ മനസ്സ് അയാള് ക്ലിയർ പറയുന്ന കാര്യം ആയിരിക്കണം. മറുപടി നിങ്ങളുടെ കിട്ടിയിട്ടില്ല. മനസ്സിൽ ചപ്പുചാവറകൾ നിറച്ചു വെച്ചിട്ട് മുഹമ്മദ് പ്ലീസ് അതിലേക്ക് മുഹമ്മദ് അഷ്റഫ് ഒരു മിനിറ്റ്. താങ്കള് മറുപടി ഉണ്ടെങ്കിൽ മാത്രം പറയാ. അത് മറ്റൊരാളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് മറുപടി ആ ചോദിച്ച 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, കുഴപ്പമില്ല പറഞ്ഞോളൂ. ഫ്രീക്ക് പറയാനുണ്ടോ? ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ, കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഒരു ജാമിത എന്നുള്ളത് നമ്മളെപ്പോഴും ഒരു ഉള്ളില് നന്മ, ആ സ്ത്രീയുടെ നന്മ നമ്മൾ ഒരിക്കലും അംഗീകരിക്കൂല, സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് നന്മകൾ ഉണ്ടാവും, പക്ഷെ നമ്മള് ചെയ്തത് മാത്രമേ അന്വേഷിച്ച് കണ്ടെത്തണുള്ളൂ. താങ്കളോട് ജനറൽ നോളജ് പറയാനല്ല പറഞ്ഞത്. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഉത്തരം പറയാനാ പറഞ്ഞേക്കുന്നത്. താങ്കളുടെ ജനറൽ നോളജ് ചിലപ്പോൾ അപാരമായിരിക്കും, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. താങ്കളോട് ചോദ്യം ചോദിച്ചു, അതിന്റെ ഉത്തരമാണ് ഞങ്ങൾക്ക് വേണ്ടത്. താങ്കൾക്ക് ഈ ലോകത്ത് പല കാര്യങ്ങളും അറിയായിരിക്കും, അതെല്ലാം ഇവിടുത്തെ കൊണ്ട് തട്ടേണ്ട ആവശ്യമില്ല. താങ്കളോട് ടീച്ചറോട് ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം ഉണ്ടോ? ഞാൻ കുറച്ചു നേരം നെറ്റ്വർക്ക് കട്ടായിരുന്നു. ചോദ്യം കേട്ടില്ലെന്നാണോ പറഞ്ഞേ? നെറ്റ്വർക്ക് പോയില്ല. അല്ല, ഫ്രീ ചോദ്യം കേട്ടില്ലെന്നാണോ പറഞ്ഞേ? ഞാൻ കുറച്ച് സമയം ഈ ഗ്രൂപ്പിൽ നിന്ന് ലീവായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ല അല്ലേ? ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ലല്ലോ. താങ്കൾ ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ല. ജാമിദ ടീച്ചറെ ഒന്നുകൂടെ ഒന്ന് പറയാൻ പറ്റുമോ പുള്ളിക്കാരൻ ഒന്ന് കേൾക്കാൻ വേണ്ടിട്ട്? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കാം. ഒരു മനുഷ്യനെ നല്ലവനാക്കുന്നത് ആരാണ്, ചീത്തയാക്കുന്നത് ആരാണ്? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു മുഴുവൻ ആളുകൾക്കും സന്മാർഗം നൽകുമായിരുന്നു. പക്ഷെ അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. വാക്യം ഞാൻ തന്നെ തരാം, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മാത്രം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു തന്നെയാണ് ഗോവിന്ദച്ചാമിയെ കൊണ്ട് സൗമ്യയെ ബലാത്കാരം ചെയ്യിപ്പിച്ചത്. സോന എൽദോസ് എന്ന പെൺകുട്ടിയെ ലവ് ജിഹാദിനകത്ത് അകപ്പെടുത്തിയിട്ട് നീ പോയി ചത്തോളൂ എന്ന് പറയുന്നത് റമീസ് ആണെങ്കിലും അത് പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നത് പടച്ചോനാണെന്ന് ഞാൻ പറയുന്നു. ചോദ്യം കേട്ടല്ലോ. സ്ത്രീക്ക് ഇനിയും ആൻസർ പറയാം. അത് ഞാൻ പറഞ്ഞു, 2 തെരഞ്ഞെടുക്കാനുള്ള കഴിവ് മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതിൽ നന്മ തെരഞ്ഞെടുക്കുക എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ ഫ്രീ പറയുന്ന ഫ്രീവിലുണ്ടെന്നാണോ? എന്താ ജാമിദ ടീച്ചറെ ഫ്രീയുടെ ഉള്ള മറുപടി? അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്കൊന്നും ഉദ്ദേശിക്കാൻ കഴിയില്ല. ഈ അന്തരീക്ഷത്തില് ഒരു പഴുത്ത ഇല അനങ്ങണമെങ്കിൽ പോലും അള്ളാഹുവിന്റെ കല ഉണ്ടാകണം, ഖദറുണ്ടാകണം, അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യന് നന്മ ചെയ്യണമെങ്കിലും അള്ളാഹുവാണ് അവനെ കൊണ്ടത് ചെയ്യിപ്പിക്കേണ്ടത്, തിന്മ ചെയ്യണമെങ്കിലും അള്ളാഹുവാണ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പടച്ചോൻ പിന്നിൽ നിന്ന് സകലമാന കൃത്യങ്ങളും ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ പിടിച്ചിട്ട് ശിക്ഷിക്കുന്നതിൽ എന്താണ് അർത്ഥം? അതുകൊണ്ടാണല്ലോ ഈമാനിലെ അവസാനത്തെ കാര്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അത് ഒരാൾക്ക് പരിശ്രമിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഡോക്ടർ എന്താവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിച്ചാൽ അത് ആവാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് ദീനും. നമ്മൾ പരിശ്രമിച്ച് നല്ല വ്യക്തി ആവാൻ കഴിയും, അത് ചെയ്യാം. അപ്പൊ കൂടെ അള്ളാഹു കൂടെ നിന്ന് തരും. അള്ളാഹുവിലേക്ക് 1 ചാണ എടുത്ത 2 ചാണ അള്ളാഹു എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ പരിശ്രമിച്ചാൽ അത് ആയിത്തീരും. പരിശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോവുകയും ചെയ്യും. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഒരു മനുഷ്യൻ നന്മ ചെയ്യണമെങ്കിലും തിന്മ ചെയ്യണമെങ്കിലും അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ സാധ്യമല്ല. ഒരാളെ അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ അവനെ സന്മാർഗിയാക്കുമായിരുന്നു. എന്നെ ഒരു സാക്രനായി കാക്കാൻ അള്ളാഹു വിചാരിച്ചാൽ സാധിക്കുമായിരുന്നു. പക്ഷേ
അള്ളാഹു പറയുന്നു ഞാനത് ആക്കാതിരുന്നതിന് പിന്നിൽ എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ടെന്ന്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചാൽ എങ്ങനെയാ എനിക്ക് സന്മാർഗിയാകാൻ പറ്റുക? നിങ്ങൾ സന്മാർഗിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കാം. ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പരിശ്രമിക്കാം. നമസ്കാരം ജാമിദ ടീച്ചറെ. വെറുതെ സമയം കളയാനാണ്. അതായത് ജാമിദ ടീച്ചർക്ക് ഞങ്ങൾ കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. അതായത് ടീച്ചർ പറയാനുള്ള കാര്യങ്ങൾ പറയുക. ഇപ്പോൾ ഇങ്ങനെ ഇവരോടൊരു ഇങ്ങനെ ചോദ്യങ്ങൾ ഇവർക്കൊന്നും ഉത്തരം പറയാനൊക്കത്തില്ല. പിന്നെ വെറുതെ ടീച്ചറെ സമയം വെറുതെ പോകും. ഞങ്ങൾക്ക് ടീച്ചറിന്ന് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ശരി, എന്നാൽ അവരവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തുടരാം. കാരണം അവർക്ക് ഇതിന് ഉത്തരം ഒരു കാലത്തും പറയാൻ കഴിയില്ല എന്ന് നമുക്കും അറിയാം. ഞാൻ ചില കാര്യങ്ങൾ ആ സുഹൃത്തിന്റെ കൂടി അറിവിലേക്ക് ഞാൻ പറയാം. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഒരു ഓപ്പൺ ഡിബേറ്റിന് ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരുന്നെങ്കിൽ വന്നോ, ഞാൻ ഇൻഡിവിജ്വലായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്. ഒന്ന്, പടച്ചോൻ പറയാണ് 41 അധ്യായം 20 വചനം, അങ്ങനെ അവർ അവിടെ, അതായത് നരകത്തിൽ ചെന്നാൽ അവരുടെ കാതും കണ്ണുകളും തൊലികളും അവർക്കെതിരായി. സൗണ്ട് കേൾക്കുന്നുണ്ടോ അതോ എനിക്ക് മാത്രമാണോ? ആരൊന്നും പറയണില്ല തോന്നുന്നു. അതുകൊണ്ട് കേൾക്കുന്നില്ല. ടീച്ചറെ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ടീച്ചറും ഉണ്ടായിരിക്കുകയാണ്. അല്ല, കേൾക്കുന്നില്ല. ഇപ്പം കേൾക്കാം. കേൾക്കാം. മുമ്പേ ഒരു 2 സെക്കൻഡ് മുമ്പ് ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ജാമിദ ടീച്ചറെ ഇപ്പൊ സംസാരിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. മൈക്ക് അൺമ്യൂട്ട് ആണ്, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. കേൾക്കുന്നില്ല. മനസ്സിലാകുന്നില്ല എന്താ കേൾക്കാത്തതെന്ന്. കേൾക്കുന്നില്ല അല്ലേ? ഇപ്പൊ കേൾക്കാം. കേൾക്കുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട്, വേറെ ഒന്നും കേൾക്കുന്നില്ല. ആണോ? ശരി, ഓക്കെ. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ, ക്ലിയർ അല്ലേ? അതെ അതെ അതെ. ഓക്കെ. കൃത്യമായിട്ട് അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് ഖുർആൻ അറിയില്ല. രണ്ടാമത്തെ കാര്യം, അവർക്ക് അറിയാൻ ആഗ്രഹവുമില്ല. മൂന്നാമത്തെ കാര്യം, ഖുർആനിൽ ഇത്തരം വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കത്തുമില്ല. കാരണം അന്ധമായി, ഞാനായിരുന്നാലും അങ്ങനെ തന്നെയാണ്, അന്ധമായി മതത്തെ പിൻപറ്റുകയും ഇതുമാത്രമാണ് ആത്യന്തികമായി ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർക്കതിന് കഴിയില്ല. ഞാനൊരു വചനം പറയാം. ഇനിയിപ്പോ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വിശ്വാസി സുഹൃത്തുക്കൾക്ക് തോന്നിയാൽ ഓപ്പൺ ഡിബേറ്റിന് ഞാൻ തയ്യാറാണ്. അതല്ല, നിങ്ങൾക്കിനിയും ലൈവായിട്ടാണ് ഡിബേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. എനിക്കൊരു പ്രശ്നമില്ല. ഇനി ഒരു വേദിയാണെങ്കിൽ അതിലും വന്നു, ഒരു പ്രോബ്ലവുമില്ല. അതായത് ഖുർആൻ പറയാണ് 41 അധ്യായം 20 വചനം, അങ്ങനെ അവർ നരകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കാതും കണ്ണുകളും തൊലികളും അവർക്കെതിരായി പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി സാക്ഷ്യം വഹിക്കുമെന്ന്. ഇപ്പൊ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എന്ത് കണ്ടു? ഇന്ന സമഅൽ ബസ്റ വൽ ഫുആദ കുല്ല ഉലൈക കാന അൻഹു മസ്ഊല. എൻ്റെ കണ്ണും കാതും കൽബും ഒക്കെ എന്ത് പ്രവർത്തിച്ചു, എന്ത് സംസാരിച്ചു, എന്ത് കണ്ടു എന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ നാളെ എന്നോട് ചോദ്യം ചെയ്യുമെന്ന, എനിക്കെതിരായിട്ട് അള്ളാഹുവിനോട് സാക്ഷി പറയുമെന്ന. ഓക്കെ, അപ്പോ അള്ളാഹു അടുത്ത ഒരു വചനത്തിൽ പറയാണ് 41-21. നമ്മളിപ്പോ വായിച്ചത് 41-20. ഇനി 41-21 അള്ളാഹു പറയാണ്, തങ്ങളുടെ തൊലികളോട് അവർ പറയും. അതായത് ഞാൻ എൻ്റെ തൊലിയോടും കണ്ണിനോടും കാതിനോടും ഹൃദയത്തോടും പറയുമത്രേ, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരായിട്ട് സാക്ഷ്യം വഹിച്ചത്? അപ്പൊ തൊലി പറയുമത്രേ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെ സംസാരിപ്പിച്ചതാകുന്നു. ആദ്യത്തവണ നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണല്ലോ, അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. നോക്കണം, ഇത് 1001 രാവുകളെ വെല്ലുന്ന കള്ളക്കഥകളും കാമപുസ്തകത്തിനകത്തുള്ള വെടിക്കഥകളും മാത്രമേ ഇതിനകത്തുള്ളൂ.
സ്വർഗത്തിലെ അനുഭൂതികളെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞ്, തരുണീമണികളുടെ നിറഞ്ഞ കിളുന്തുമാറിടങ്ങളെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞ്, അങ്ങനെ നമ്മളെ കോൾമയിർ കൊള്ളിക്കാൻ ശ്രമിക്കുമ്പോൾ എതിർഭാഗത്ത് ഇങ്ങനെയും ചില പേടിപ്പിക്കലുകളുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തോട് പറഞ്ഞ വചനം ഞാൻ ഇതാണ്, 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം. വഅലല്ലാഹി ഖസ്ദുസ് സബീൽ, അള്ളാഹുവിന്റെ ബാധ്യതയാണ് ഒരാൾക്ക് മാർഗം കാണിച്ചു കൊടുക്കുക എന്നത്. വമിൻഹ, അതിനകത്തുണ്ട് ജാഇറുൻ, മോശമായ മാർഗങ്ങൾ. അള്ളാഹു കാണിച്ചു കൊടുക്കുന്നതിൽ മോശമായ മാർഗങ്ങൾ ഉണ്ട്. വലൗ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഹദാകും അജ്മഈൻ, എല്ലാവരെയും അള്ളാഹു സന്മാർഗത്തിലാക്കുമായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ബാധ്യതയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നത്. അതിനകത്ത് പിഴച്ച മാർഗവും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ലേ? അത് ക്രിയേറ്ററുടെ കഴിവുകേടല്ലേ? ഇപ്പൊ എനിക്കിപ്പോ 4 മക്കളുണ്ട്. ഈ മക്കൾക്ക് 4 പേർക്കും ഒരേപോലെ തന്നെ മാർഗനിർദ്ദേശം നൽകുക എന്നതും അവരെ നല്ല കരിയർ ഗൈഡൻസിൽ എത്തിക്കുക, ഗൈഡൻസ് അവർക്ക് കൊടുക്കുക, നല്ല രൂപത്തിൽ അവരുടെ ക്രിയേറ്റിവിറ്റിയെ പരിപോഷിപ്പിക്കുക എന്നത് എൻ്റെ ബാധ്യതയാണ്. അതിനകത്ത് ഞാൻ കുറച്ച് നെഗറ്റീവ് തോട്ട്സും കൂടി കൊടുത്തിട്ട് പിന്നീട് പിള്ളേരെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ പിള്ളേർ ചിരിക്കത്തല്ലേ ഉള്ളൂ. നിങ്ങൾ എന്ത് മാതാവാണ് എന്നല്ലേ ചോദിക്കുള്ളൂ. അപ്പൊ പടച്ചോൻ പറയാണ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ എല്ലാവരെയും നേർവഴിയിലാക്കുമായിരുന്നു എന്ന്. പടച്ചോനോട് എന്താ ഞാൻ പറഞ്ഞോ പടച്ചോനെ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടാന്ന്? എന്നെ നിങ്ങൾ ഈ മാർഗത്തിലാക്കിക്കൊള്ളാം ഞാൻ പറഞ്ഞോ? അതോ എൻ്റെ ഉമ്മച്ചി പറഞ്ഞോ? അതോ എൻ്റെ വാപ്പച്ചി പറഞ്ഞോ? ഇല്ലല്ലോ. പിഴച്ച മാർഗം സൃഷ്ടിച്ചു കൊടുത്ത് അനുയായികളെ മോശക്കാരാക്കിയിട്ട് പിന്നീട് അവരെ ശിക്ഷിച്ച് തിളച്ച എണ്ണയിലിട്ട് പൊരിച്ച് ആസ്വദിക്കുന്ന ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു പടച്ചോനെയാണ് ഖുർആനിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു വചനം കൂടി പറയാം. 16-ാം അധ്യായത്തിന്റെ 93-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, വലൗ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജഅലക്കും ഉമ്മത്തൻ വാഹിദ, നിങ്ങൾ എല്ലാവരെയും ഒറ്റ സമൂഹമാക്കി ഒറ്റ സമുദായമാക്കി അള്ളാഹു മാറ്റുമായിരുന്നു. വലാകിൻ, പക്ഷേ യുളില്ലു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വഴി പിഴപ്പിക്കുന്നു. വയഹ്ദി, അവൻ സന്മാർഗത്തിലാക്കുന്നു. മയ്യഷാ, അവൻ ഉദ്ദേശിക്കുന്നവരെ. വല തുസ്അലുന്ന അമ്മാ കുന്തും തഅമലൂൻ, അവർ ചെയ്യുന്നതിനെ പറ്റി അവരോട് ചോദ്യം ചെയ്യുമെന്ന്. ഇതൊരു മാനസിക രോഗി എന്നല്ലാതെ എന്താ നമ്മൾ പറയുക? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എന്നെയും MM അക്ബറിനെയും സാക്കിർ നായിക്കിനെയും യഹിയ സിൻവാറിനെയും ഒക്കെ ഒരുമിച്ചാക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു അവരെ എല്ലാവരെയും ഒറ്റ സമൂഹമാക്കി, എന്നെ മാത്രം ദുർമാർഗത്തിലാക്കി. എന്നിട്ട് പടച്ചോൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്നെ നേർവഴിയിലാക്കുമായിരുന്നെന്ന്. എന്നിട്ട് പടച്ചോൻ എന്നെ നേർവഴിയിലാക്കാതെ ഞാൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ക്രൂരമായി ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അത്ര 16-ാം അധ്യായം 93-ാമത്തെ വചനം. എല്ലാം ഒപ്പിച്ചത് താനാണ് എന്ന് പടച്ചോൻ സമ്മതിക്കുവാണ് അതിനകത്ത്. എന്നിട്ടോ നന്നാക്കാൻ ഇനി ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പടച്ചോനെയും ഖുർആനിൽ കാണാം. അതും കൂടി തരാം. ഇൻ തഹിരിസ്, ഹറസ എന്ന് പറഞ്ഞാൽ അധികമായിട്ട് ആഗ്രഹിക്കുക എന്ന, അത്യാഗ്രഹം എന്നൊക്കെ പറയില്ലേ. ഇൻ തഹിരിസ്, നീ എത്ര കൊതിച്ചാലും, അലാ ഹദാഹും, അവരെ സന്മാർഗത്തിലാക്കാൻ, ഫ ഇന്നല്ലാഹ്, തീർച്ചയായിട്ടും അല്ലാഹു ഉണ്ടല്ലോ, ലാ യഹ്ദി, അല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല, മയ്യുളില്ലു, അവൻ വഴി പിഴപ്പിക്കുന്നവരെ, വമാലഹും മിൻ നാസിരീൻ, അല്ലാഹു അവരെ സഹായിക്കത്തുമില്ല. അതായത് ദുർമാർഗത്തിലായ എന്നെ സന്മാർഗത്തിലാക്കാൻ ഒരു വിശ്വാസി എത്ര ആഗ്രഹിച്ചാലും അള്ളാഹു എന്നെ സന്മാർഗത്തിലാക്കിയിരിക്കുന്നത് കൊണ്ട് അള്ളാഹു ഒരിക്കലും എന്നെ ദുർമാർഗത്തിലാക്കത്തില്ല. എന്നെ ദുർമാർഗത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ സന്മാർഗത്തിലാക്കാനും പറ്റില്ല. അതായത് അള്ളാഹു എന്ന കമ്പനിയുടെ തീരുമാനം അന്തിമമായിരിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. എന്ന് വിചാരിക്കുന്നു കേട്ടു നിൽക്കുന്നവർക്കെങ്കിലും. ഒരു പക്ഷേ നമ്മളോട് സംസാരിക്കാൻ വന്ന ആളിപ്പോ ഇല്ലാന്ന് തോന്നുന്നല്ലേ, അയാൾ പോയെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും ഇതാണ് വാസ്തവം. ഫ്രീ അദ്ദേഹം ഉണ്ടല്ലോ. ഇതാണ് സുഹൃത്തെ, ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഡിബേറ്റിനിരുന്നത്. ഈ ഖുർആൻ വചനത്തെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? 3 വചനം. ഈ 3 വചനം ശരിയാണോ തെറ്റാണോ? നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ, അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ? ഈ ഖുർആൻ വചനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ തയ്യാറാണോ? വെറുതെ സമയം കളയരുത്.
കേൾക്കുന്നില്ല, ആരും മിണ്ടുന്നില്ലല്ലോ. ഹലോ, മോഡറേറ്റർ ഇല്ലേ? ഹലോ, ഞാൻ പറയണതൊന്നും കേൾക്കുന്നില്ല. ഹലോ, നമുക്കൊന്ന് ഇറങ്ങിയിട്ട് കയറി വരാം. ജാമ്യ ടീച്ചർ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലായിരുന്നോ? ഒന്നും കേട്ടില്ല ടീച്ചർ, ഒന്നും കേട്ടിട്ടില്ല. അതിനൊക്കെ മറുപടി ഉണ്ട് സുഹൃത്തെ. നിങ്ങൾ പറയുന്നത് അതല്ല, ഞാൻ പറഞ്ഞ ഖുർആൻ വചനങ്ങളൊന്നും നിങ്ങൾ കേട്ടില്ലായിരുന്നു? അതാണ് അതിന്റെ ശരി. ഒന്നും കേട്ടില്ല ജാമ്യ ടീച്ചറെ. ഒരു 10 മിനിറ്റത്തേക്ക് ടീച്ചർ റൂമിൽ തന്നെ ഇല്ലായിരുന്നു. അയ്യോ, ഞാൻ റൂമിലുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞത് ചുരുക്കി പറയാം. ഇത്രയേ ഉള്ളൂ. അതായത് എനിക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരെ തിരുത്തിക്കോട്ടെ, ഞാൻ തയ്യാറാണ്. അള്ളാഹു നരകത്തിലേക്ക് നമ്മളെ എത്തിക്കും. എന്നിട്ട് നമ്മുടെ കണ്ണും കാതും തൊലികളും ഒക്കെ നമ്മൾ പ്രവർത്തിച്ചതിനെതിരായിട്ട് നമുക്ക് തന്നെ സാക്ഷ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് 41-ാം അധ്യായത്തിലെ 20-ൽ അള്ളാഹു പറയുന്നത്. അതായത് ഇന്ന സമഅ വൽ ബസ്റ വൽ ഫുആദ കുല്ല ഉലൈക കാന അൻഹു മസ്ഊല. എന്റെ കണ്ണുകൊണ്ട് ഞാൻ എന്ത് കണ്ടു, എന്റെ കാതുകൊണ്ട് എന്ത് കേട്ടു, എന്റെ ഹൃദയം കൊണ്ട് എന്ത് ചിന്തിച്ചു. എനിക്ക് ഈ ചോദ്യത്തിന് പ്രയാസം ഉണ്ടാകത്തില്ല, കാരണം ഞാൻ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ആളെ. പോട്ടെ. എന്നിട്ട് നരകത്തിലെത്തുന്നവരുടെ കണ്ണും കാതും തൊലിയും ഒക്കെ ജാഗ്രതയോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു പടച്ചോനെയാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇനിയും അടുത്ത വചനത്തിൽ അല്ലാഹു പറയാണ്, 41-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനത്തില്, തങ്ങളുടെ തൊലികളോട് അവര് പറയും. അതായത് ഞാൻ പറയും എന്റെ തൊലിയോട്, നിങ്ങൾ എന്തിനാണ് എനിക്കെതിരെ സാക്ഷ്യം വഹിച്ചത്? അപ്പോ തൊലി പറയുമത്ര എന്നോട് തിരിച്ച്, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ആണ് ഞങ്ങളെ സംസാരിപ്പിച്ചത് എന്ന്. ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണല്ലോ. അപ്പൊ രണ്ടാമത് സൃഷ്ടിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? നിക്കട്ടെ, ഇതെന്തായിരുന്നാലും കഥപുസ്തകത്തെ വെല്ലുന്ന ഒരു പുസ്തകമാണ്. സുഹൃത്തെ, ഇടയ്ക്ക് കയറരുത്. ഞാന് എന്റെ നിക്ക് മുഹമ്മദേ, നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരുമ്പോഴാണ് നിങ്ങൾ എന്റെ പോയിന്റുകൾ ഒബ്ജക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഖുർആനിൽ നിന്നാണ് മറുപടി പറയുന്നത്. അത് ശ്രദ്ധിച്ചോളൂ. അള്ളാഹുവിന്റെ ബാധ്യതയാണ് സൃഷ്ടികൾക്ക് മാർഗമുണ്ടാക്കി കൊടുക്കുക എന്നത്. വമിൻഹ, അതിലുണ്ട് ജാഇറുൻ, പിഴച്ച മാർഗങ്ങൾ. വലൗഷ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഹദാകും അജ്മഈൻ, എല്ലാവരെയും അള്ളാഹു സന്മാർഗത്തിലാക്കുമായിരുന്നു. 16-ാം അധ്യായം 9-ാമത്തെ വചനം. അള്ളാഹുവിന്റെ ബാധ്യതയാണ് എനിക്കും മുഹമ്മദിനും ഒരുപോലെ തന്നെ സന്മാർഗം ഉണ്ടാക്കി തരിക എന്നത്. അതിനകത്ത് പിഴച്ച മാർഗവും ഇട്ടിട്ട് എന്നെ വഴിപിഴപ്പിക്കുകയും മുഹമ്മദിനെ സന്മാർഗത്തിലാക്കുകയും ചെയ്തതിന്റെ ഉത്തരവാദി അള്ളാഹുവാണ്. പിഴച്ച മാർഗം സൃഷ്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു 1-ാം തരം പിഴച്ചോനെയല്ലേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർന്നില്ല. വലൗഷ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജഅലക്കും, നിങ്ങളെ ആക്കുമായിരുന്നു ഉമ്മത്തൻ വാഹിദ, ഒരൊറ്റ സമുദായമാക്കുക തന്നെ ചെയ്യുമായിരുന്നു. വലാക്കിൻ, പക്ഷേ യുളില്ലു, വഴി പിഴപ്പിച്ചു, മയ്യശാ, താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴി പിഴപ്പിക്കും. വയഹ്ദി മയ്യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു സന്മാർഗത്തിലാക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, വലതുസ്അലുന്ന, തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അമ്മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനെ പറ്റി. ഇതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലാക്കാൻ അള്ളാഹുവിന് പറ്റുമായിരുന്നു. എന്നെ നല്ലവനായിട്ടുള്ള ഇബ്ലീസിന്റെ ഭാഗത്തുമാക്കി, നിങ്ങളെ അള്ളാഹു പിഴച്ചോന്റെ ഭാഗത്തുമാക്കി തീർത്തിട്ട് ഞാൻ ചെയ്യുന്നതിനെ കുറിച്ച് നാളെ അള്ളാഹു എന്നെ ചോദ്യം ചെയ്യുമെന്നും എണ്ണയ്ക്കകത്തിട്ട് മുക്കിപ്പൊരിക്കുമെന്നും പറയുന്നതിൽ എന്ത് ലോജിക്കാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ഇനി എങ്ങാനും മുഹമ്മദ് എന്നെ സന്മാർഗത്തിലാക്കാൻ ശ്രമിച്ചാലോ, ഇൻ തഹരിസ്, മുഹമ്മദേ താങ്കൾ എത്ര ആഗ്രഹിച്ചാലും ശരി ജാമിദായ സന്മാർഗത്തിലാക്കാൻ, അലാ ഹദാഹും, അവരെ സന്മാർഗത്തിലാക്കാൻ.
ഇനി അവരെ അലാ ഹുദാഹും അവരെ സന്മാർഗത്തിലാക്കാൻ എന്ത് തന്നെയായിരുന്നാലും ഫൈനല്ലാഹ് തീർച്ചയായിട്ടും അള്ളാഹു ഉണ്ടല്ലോ ലാ യഹ്ദീ മയ്യുളിൽ ജാമിദായ വഴികേടിലാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുവാണ്. നീ എത്ര വിചാരിച്ചാലും അവരെ സന്മാർഗത്തിലാക്കാൻ നിനക്ക് പറ്റില്ല. വമാലഹും മിൻ നാസിരീൻ, അങ്ങനെ എങ്ങാനും ജാമിദായ സന്മാർഗം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഇറങ്ങി തിരിച്ചാൽ നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു ഉണ്ടാകത്തില്ല എന്ന് അള്ളാഹു പറയാണ്. 16-ാം അധ്യായം 37-ാമത്തെ വചനം. ഞാൻ ഈ പറഞ്ഞ 3 ഖുർആൻ വചനങ്ങളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? നിങ്ങൾ അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു തരൂ. അത് ഞാൻ പറയാം. അതായത് അള്ളാഹു ഉദ്ദേശിച്ചവരെയാണ് അള്ളാഹു ഹിദായത്ത് നൽകുക, നേർമാർഗം കാണിക്കുക. ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് നേർമാർഗം കാണാൻ കഴിയില്ല. കാരണം എന്താണ്? അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുക. അപ്പോ അത് ഖുർആൻ പറയുന്നതാണ്. അതായത് ഇതിന്റെ ഇത് ബാക്കിലേക്ക് പോയാല് അള്ളാഹു ഇബ്ലീസിന്റെ സംഭവം പറയുന്നത്. എന്താണ് ഇബ്ലീസിന്റെ സംഭവം? മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ സൃഷ്ടിച്ചിട്ട് എല്ലാ മലക്കുകളോട് സുജൂദ് ചെയ്ത് ഇബ്ലീസ് ഉണ്ട്. അപ്പോ ഇബ്ലീസ് പറഞ്ഞ വാചകമുണ്ട്, മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിനെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു പറയുന്നുണ്ട്, നിന്റെ അഹങ്കാരം മൂലം നീ ശപിക്കപ്പെട്ടിരിക്കുന്നു, നീ പുറത്തു പോന്ന് പറയും. അപ്പോ അതിന് എന്താണ് പഠിക്കാനുള്ളത്? അഹങ്കാരം എന്നുള്ളത് അത് ഇബ്ലീസിന്റെ സ്വഭാവമാണ്. ഏത് മനുഷ്യന് അഹങ്കാരം ഉണ്ടോ അവന് ഇബ്ലീസിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. അവന് മുസ്ലിം ആവാൻ കഴിയില്ല. ഇവിടെ മുസ്ലിം എന്ന് പറയുന്നത് അള്ളാഹുവിനെ സബ്മിറ്റ് ചെയ്യുന്നവരാണ്, അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവരെയാണ്. ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, ജീവനുള്ളതും ജീവനില്ലാത്തതും, അള്ളാഹുവിന് നിർബന്ധിതമായോ സ്വമേധയാലോ സബ്മിറ്റ് ചെയ്യുന്നവരാണ്. അതായത് മുസ്ലിമാണ്. ഈ സ്വമേധയാല് മുസ്ലിം ആവുന്നവരെയാണ്, അതായത് കീഴൊതുങ്ങുന്നവരെയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം എന്ന് പറയുന്നത്. അല്ലെങ്കിലും മുസ്ലിമാണ്. കാരണം മുസ്ലിം ആവാതെ ഒരു വസ്തുവിനും ഒരു ജീവിക്കും ഒരു വസ്തുവില്ല. ഈ പ്രപഞ്ചം മുഴുവൻ അതിൽ ഓരോന്നും മുസ്ലിമാണ്. അത് സ്വമേധയാൽ അത് തിരിച്ചറിയുന്നവരാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം. അപ്പോ ആർക്കാണ് അഹങ്കാരം ഉണ്ടാവുന്നത്? അവന് മുസ്ലിം ആവാൻ കഴിയില്ല. അവന് മുസ്ലിമിന്റെ പുറത്തുള്ളവനാണ്. അവന് പിശാചിന്റെ രൂപത്തിലുള്ളതാണ്. ഇതാണ് ഈ ഇബ്ലീസിന്റെ ഇതിലൂടെ പറയുന്നത്. അപ്പൊ ഒരാൾക്ക് ഒരാള് വിചാരിച്ചാൽ അയാളുടെ കഴിവുണ്ട്. കാരണം ഇവിടെ എന്താന്ന് വെച്ചാല് ഒരു വസ്തുവിനും ഒരു ജീവിക്കും കഴിവില്ല. ഒരു വസ്തുവിനും കഴിവില്ല. കഴിവ് അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിന് മാത്രമാണ് കഴിവുള്ളത്. ഒരു മനുഷ്യന് ഒരു കഴിവുമില്ല, ഒരു വസ്തുവിന് ഒരു കഴിവുമില്ല, ഒന്നിനും കഴിവില്ല. കഴിവ് അള്ളാഹുവിന് മാത്രമാണ്. അപ്പോ മറ്റുള്ളതൊക്കെ അള്ളാഹുവിന്റെ എന്താ പറയാ, അള്ളാഹുവിന്റെ മാനിഫെസ്റ്റേഷനാണ്. ഈ പ്രപഞ്ചവും ഇതിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിന്റെ മാനിഫെസ്റ്റേഷനാണ്. ഒന്നിനും സ്വന്തമായിട്ട് അസ്തിത്വമില്ല. അസ്തിത്വമുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. അപ്പോ ഇത് തിരിച്ചറിയണം, അഹങ്കാരം ഇല്ലാതിരിക്കണം. അങ്ങനെയുള്ള ആൾക്ക് മുസ്ലിം ആവാൻ കഴിയുള്ളൂ. പിന്നെ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹമായിട്ട് മറ്റൊന്നുമില്ല എന്ന് ബോധ്യമുള്ളവരാണ് വിശ്വാസിയാവുന്നത്. ആ വിശ്വാസം ഉണ്ടാവുമ്പോഴാണ്, ആ വിശ്വാസത്തോടു കൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ് സ്വർഗമുള്ളത്. അതായത് ഒരു പ്രപഞ്ചത്തിലുള്ള ഒന്നും ആരാധനക്ക് അർഹമല്ല. ഈ കാണുന്നതും ഈ കേൾക്കുന്നതും ഈ പ്രത്യക്ഷമായതൊന്നും ആരാധനക്ക് അർഹമായിട്ടുള്ളതല്ല. ആരാധനക്ക് അർഹമായിട്ടുള്ളത് എന്താണുള്ളത്? സുഹൃത്തെ ക്ഷമിക്കണം, എന്റെ ചോദ്യത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞു പോയ ഒരു കുഞ്ഞു പോയിന്റ് ഇതാണ്. അള്ളാഹുവിനാണ് ഈ ലോകത്തുള്ളത് അഖിലവും. ശരി, അള്ളാഹു വിചാരിക്കാതെ ആർക്കും സന്മാർഗിയാകാനോ ദുർമാർഗിയാകാനോ പറ്റില്ല. അപ്പൊ പിന്നെ ഈ സ്വർഗവും നരകവും കൊണ്ട് എന്തുവാ പടച്ചോൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ വിചാരിച്ചെങ്കിൽ, അള്ളാഹു വിചാരിച്ചെങ്കിലല്ലേ എനിക്ക് സന്മാർഗിയാകാൻ പറ്റൂ? അള്ളാഹു വിചാരിച്ചെങ്കിലല്ലേ ഒരാൾക്ക് ദുർമാർഗിയാകാൻ പറ്റുള്ളൂ? പിന്നെ ഈ സ്വർഗവും നരകവും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? അള്ളാഹു കുറച്ചുപേരെ സെലക്ട് ചെയ്യുന്നു സ്വർഗത്തിന്, കുറച്ചുപേരെ സെലക്ട് ചെയ്യുന്നു നരകത്തിന്. അത് രണ്ടും പടച്ചവും കൊടുക്കുന്നു. ഇപ്പൊ ഞാനും മുഹമ്മദും നമ്മുടെ മാതാപിതാക്കളുടെ മക്കളാണെന്ന് വിചാരിക്കുക. മുഹമ്മദിന് ബിരിയാണി തന്നു, എനിക്ക് ബിരിയാണി തന്നില്ല.
എന്നിട്ട് അവസാനം ബിരിയാണി എന്താ ഞാൻ തിന്നാത്തതെന്ന് ചോദിച്ചിട്ട് വാപ്പ എന്നെ പിടിച്ചടി തന്നാൽ എങ്ങനെയുണ്ടാവും? നിങ്ങൾ ഒരു ചാണ് ദൈവത്തോട് അടുത്ത രണ്ട് അതായത് ഇതിനിടയ്ക്ക് മുഹമ്മദിന് അനാവശ്യം കൂടെ പറഞ്ഞുകൂടെ ഈ ഭൂമിയിലുള്ള സർവ്വ ചരാചരങ്ങളും മുസ്ലിമാണെന്ന്. ഞാനോ എന്റെ അപ്പനോ എന്റെ വീട്ടിൽ വളർത്തുന്ന എന്റെ ജിമ്മിയോ മുസ്ലിം അല്ല. താങ്കൾ എന്തുകൊണ്ട് അത് പറഞ്ഞത്? അതെന്താണ് പറഞ്ഞത്? എന്റെ തുമ്പും പോട്ടില്ല, എന്റെ അപ്പന്റെ തുമ്പും പോട്ടില്ല, എന്റെ വല്ലപ്പന്റെ തുമ്പും പോട്ടില്ല. അനാവശ്യം പറയരുത്. താങ്കൾ വന്നിട്ട് അനാവശ്യം പറയരുത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതെ താങ്കൾ ഇങ്ങനെ കാട് കയറി പോവുക ചെയ്തത്. ആ ചോദ്യത്തെ താങ്കൾ തൊട്ടില്ല. അല്ല മുഹമ്മദേ, സകല ചരാചരങ്ങളും മുസ്ലിം ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് സമാധാനിച്ചോ തൽക്കാലം. ഈ ഇസ്ലാം എന്ന മതം കൊണ്ടുവരുന്നത് മുഹമ്മദ് നബി ആണല്ലോ, അല്ലേ? ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട മതം ഏതാണ്? ഇസ്ലാം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം എന്ന മതത്തെ അള്ളാഹു മുഹമ്മദ് നബിക്കാണ് പൂർത്തീകരിച്ചു കൊടുക്കുന്നത് ഖുർആനിലൂടെ. മുഹമ്മദിന്റെ വാപ്പ മുസ്ലിം അല്ല, മുഹമ്മദിന്റെ ഉമ്മ മുസ്ലിം അല്ല. അബ്ദുള്ള എന്ന് ആരോപിക്കപ്പെടുന്ന അബ്ദുള്ള അല്ല ശരിയായ വാപ്പ മുഹമ്മദിന്റെ പോട്ടെ. അദ്ദേഹമോ അദ്ദേഹത്തിന്റെ വാപ്പ ഉപ്പാപ്പമാരോ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാര് മുസ്ലിങ്ങളല്ല. അവരാരും മുസ്ലിങ്ങളല്ല. എന്റെ വീട്ടിൽ ബില്ല എന്ന് പറയുന്ന ഒരു ഡോബർമാൻ ഉണ്ട്, അവനെ ഞങ്ങൾ സുന്നത്തി ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാവരുടെയും അട്ടിപ്പേർ അവകാശം അങ്ങ് ഏറ്റെടുത്തിട്ട് മുസ്ലിമാണ് എന്ന് പറഞ്ഞേക്കല്ലേ. നെതന്യാഹു മുസ്ലിമല്ല, ട്രംപ് മുസ്ലിമല്ല, നരേന്ദ്രമോദി മുസ്ലിമല്ല. നിങ്ങൾ തൽക്കാലം അതൊക്കെ പറഞ്ഞങ്ങോട്ട് ആശ്വസിച്ചോ. പക്ഷേ അത് ശരിയല്ല കേട്ടോ. ഇതിന് മറുപടി പറയൂ. അള്ളാഹു ആണോ? അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും അടിസ്ഥാനം എന്താണ് എന്നൊന്ന് പറയൂ. ഒരു സെക്കൻഡ് താങ്കൾ അവസരം തരാൻ പോവുകയാണ്. ജാനകി ടീച്ചർ കഴിഞ്ഞോ? മുഹമ്മദ് അഷ്റഫ് കുറെ മിനിറ്റുകൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. ആരും അതിന് എതിരായിട്ട് ഒന്നും അഡ്മിറ്റ് ചെയ്യുകയോ ഒന്നും സംസാരിച്ചില്ല. പിന്നെന്തിന് ഇത്രയും അങ്ങ് ഇൻടോളറൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇൻടോളറൻസ് അല്ല, ഞാൻ ജാമിദ് ടീച്ചർ പറഞ്ഞ ക്വസ്റ്റ്യന് ആൻസർ പറയായിരുന്നു. അതിന്റെ ഇടയിൽ വേറൊരാൾ ഇന്ററാക്ട് ചെയ്ത് അങ്ങനെ മുറിഞ്ഞു പോയതാണ്. എനിക്ക് ജാമിദ് ടീച്ചർ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ പറയാനുണ്ട്, ഞാൻ പറയാം. ഒരു മിനിറ്റ് സെക്കൻഡ് മ്യൂട്ട് ചെയ്തേ. അത് താങ്കൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ജയബേർ ചോദിച്ചത് മുസ്ലിം അല്ല എന്നുള്ളത് പറഞ്ഞത്. താങ്കൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ല, അതിന്റെ ഇടയ്ക്ക് വേറൊരാള് കേറി വർത്താനം പറഞ്ഞു. അങ്ങനെ എനിക്ക് പറയാതെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് താങ്കളുടെ അവസരമാണ്. ചോദ്യകർത്താവിന് അവകാശമുണ്ട് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ആൻസർ കിട്ടണം എന്നുള്ളത്. താങ്കൾ അതേ തൊടാതെ താങ്കൾ ഇങ്ങനെ ഹിമാലയത്തിൽ പോയത് അവിടെ പോയത് ഇവിടെ പോയത് ഇങ്ങനെ പൊതുനോളജ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. താങ്കളോട് ചോദ്യം ചോദിച്ചു, അതിന് കറക്റ്റായ ആൻസർ പറയുക, അതിനുള്ള അവസരമാണ് താങ്കൾക്ക് മേക്കെടുക്കുക. ജാമിദ ടീച്ചർ ഇവിടെ പറഞ്ഞു രണ്ട് മക്കളിൽ ഒരു മക്കൾക്ക് ബിരിയാണിയും ഒരു മക്കൾക്ക് ഒന്നുമില്ല. അപ്പൊ എന്തിനാണ് എന്നെ അള്ളാഹു നേർവഴികൾ ആക്കാത്തത്, എന്റെ കുറ്റാണോ എന്ന് ചോദിച്ചു. ഞാനും ചോദിക്കട്ടെ, ഇവിടെ മുഹമ്മദ് നബി വന്ന് ഈ ഖുർആൻ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. മുഹമ്മദ് നബി പ്രബോധനം നടത്തിയിട്ടുണ്ട്. അതിൽ ആശയം ഉൾക്കൊള്ളുന്ന ഖുർആൻ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഒരു ചെറിയ സംശയം, മുഹമ്മദ് നബി ഖുർആൻ കണ്ടിട്ടുണ്ടോ? മുഹമ്മദ് നബി ഖുർആൻ ആർക്ക് കൊടുത്തു എന്നാ പറയുന്നേ? മുഹമ്മദ് നബി ഖുർആൻ ആർക്ക് കൊടുത്തെന്നാ പറഞ്ഞത്? ആർക്കാ കൊടുത്തത്? അതും കൂടി പറ. മുഹമ്മദ് നബി മനുഷ്യ വംശത്തിന് മനുഷ്യർക്കായിട്ടാണ് ഈ ഖുർആൻ ഉള്ളത്. മുഹമ്മദ് നബി ഖുർആൻ കണ്ടിട്ടുണ്ടോ? മുഹമ്മദ് നബി ഖുർആൻ കണ്ടിട്ടുണ്ടോ? എന്താണ് സുഹൃത്തെ? മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഈ ഖുർആൻ ഇല്ല സുഹൃത്തെ. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഈ ഖുർആൻ ഇല്ല സുഹൃത്തെ. അബൂബക്കറും ഉമറും ഉസ്മാനും കൂടി എഴുതിയതെല്ലാം എടുത്ത് കത്തിച്ചു കളഞ്ഞു. ലാ തക്തുബു അന്നി ഷൈഅൻ, നിങ്ങൾ എന്നിൽ നിന്നും യാതൊന്നും എഴുതി വെക്കരുത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൊത്തം എടുത്ത് കത്തിച്ചു കളഞ്ഞു. മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ ഇല്ല, അബൂബക്കറിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ ഇല്ല, ഉമറിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ ഇല്ല. ഉസ്മാന്റെ കാലഘട്ടത്തിൽ യമാമ പോലെയുള്ള യുദ്ധങ്ങളിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ ചത്തുപോയപ്പോഴാണ് ഖുർആൻ ഇനി വരുന്ന ജനതയ്ക്ക് വേണമല്ലോ എന്ന് ആ ജനങ്ങൾക്ക് തോന്നിയത്.
അതുവരെ ഖുർആൻ ഇല്ല. ഖുർആൻ ഏത് ജനതയ്ക്ക് ഏത് നബി എപ്പോ കൊടുത്തു, എന്തോത്തിൽ കൊടുത്തു? ഈ ചുമലച്ചട്ടയിലും നീലച്ചട്ടയിലും ഒക്കെ ആകാശത്ത് നിന്ന് ആലിപ്പഴം ഇറക്കുന്നത് പോലെ അള്ളാഹു മഴ പെയ്ത് താഴേക്ക് ഇറക്കിയതാണ് ഖുർആൻ എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അതുകൂടി പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യും. ഞാൻ പറയട്ടെ, ഇപ്പൊ മുഹമ്മദ് നബി ഖുർആൻ കണ്ടിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. മുഹമ്മദ് നബിയിലൂടെയാണ് ഈ ഖുർആനിലുള്ള വചനങ്ങൾ മനുഷ്യർക്ക് നൽകപ്പെട്ടത്. അതായത് മുഹമ്മദ് നബിക്ക് ഇത് നൽകപ്പെട്ടു. മുഹമ്മദ് നബി അത് അദ്ദേഹത്തിന്റെ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അവരത് മനഃപ്പാഠമാക്കി എഴുതി വെച്ചു. മുഹമ്മദ് നബിയുടെ മരണശേഷം അത് പുസ്തക രൂപത്തിലാക്കി. അത് ഇന്ന് ലോകത്തിന് അതിന്റെ ഓതന്റിസിറ്റി എന്താണ്? പുസ്തകമാണ്. ഇത് നബിക്ക് ഇറങ്ങിയതാണ് എന്നതിന്റെ ഓതന്റിസിറ്റി എന്താണ്? ആ ഓതന്റിസിറ്റി ഒക്കെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. കാരണം നിങ്ങൾ ഇതിനെ വിമർശിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് വിമർശനമാണ് നിങ്ങളുടെ അജണ്ട. അല്ല 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 ഞാന് ഇത്രയും ആളുകളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ ഖുർആൻ ഇത്രയും ആളുകളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ ഖുർആൻ ദൈവികമാണ് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ, ഇത്രയും ആളുകളെ സാക്ഷി നിർത്തി ഞാൻ ഇസ്ലാം സ്വീകരിച്ചേക്കാം. എനിക്ക് വിമർശിക്കണമെന്ന് യാതൊരു നിർബന്ധവും. ഞാൻ മാത്രമല്ല, ഈ അപ്പോളജിസ്റ്റുകൾ അടക്കം ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ എല്ലാവരും ഇത് ശരിയാണെങ്കിൽ. ഫ്രീ ഇവർ രണ്ടുകൂടെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഫ്രീ എന്തിനാ കയറുന്നത്? ഫ്രീക്ക് മുമ്പ് സമയം തന്നിട്ട് താങ്കൾ സംസാരിച്ചില്ല, പിന്നെ അവർ സംസാരിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറില്ലേ പ്ലീസ്? ഇല്ലെങ്കിൽ താഴോട്ട് വിടേണ്ടി വരും. അല്ല, ജാമിദ ടീച്ചർ സംസാരിക്കുമ്പോ ടൈമാണ് ഞാൻ എടുത്തത്. മുഹമ്മദ് പ്ലീസ്, ഞാൻ ജാമിദ ടീച്ചറിന്റെ ടൈമിൽ നിന്നാണ് എടുത്തത്. ജാമിദ ടീച്ചർ പ്ലീസ് സംസാരിച്ചു. ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഖുർആൻ ദൈവികമാണ് എന്ന് തെളിയിച്ചാൽ, ഇത് മുഹമ്മദ് നബിക്ക് ദൈവികമായിട്ട് ജിബ്രീൽ കൊണ്ടു കൊടുത്ത അള്ളാഹുവിന്റെ സന്ദേശമാണ് എന്ന് തെളിയിച്ചാൽ എനിക്ക് വിമർശിക്കണം എന്ന് യാതൊരു താല്പര്യവുമില്ല. ഞാൻ ഇവിടെ വെച്ചിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാനും വിമർശനങ്ങൾ ഇന്നത്തോടുകൂടി മൊത്തം ഒഴിവാക്കാനും തയ്യാറാണ്. ഇത് ദൈവികമാണെന്ന് നിങ്ങളത് തെളിയിക്കും. ഓക്കെ ഓക്കെ ജാനു ടീച്ചറെ, മുഹമ്മദ് ആൻസർ പറയാൻ പോവാണ്. അതിനിടയ്ക്ക് ജാനു ടീച്ചർ കേരള ടീച്ചറെ അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. മുഹമ്മദ്, താങ്കൾക്ക് 2 മിനിറ്റ് തരാണ്. കറക്റ്റായിട്ട് താങ്കൾക്ക് ഒരു സുവർണ അവസരമാണ്. ജാമിദ ടീച്ചറിനെ കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കാൻ സുവർണ അവസരമാണ്. താങ്കൾക്ക് പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്യിക്കുക. അതോടൊപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാവും. ഞാനാണെങ്കിൽ 1.5 വർഷം മുമ്പേ പൊന്നാനിക്ക് വന്ന് തയ്യാറായി നിൽക്കുക. പറഞ്ഞു സാർ, താങ്കൾക്ക് ആൻസർ പറയാം. അതെ, ഈ ഷഹാദത്ത് കലിമ ചൊല്ലിക്കുന്ന ഇവിടെയുള്ള ഒരു ഇല വീഴുന്നത് വരെ അള്ളാഹു ഉദ്ദേശിച്ചാലേ നടക്കുന്നു. അള്ളാഹു അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. ജാമിദ ടീച്ചർക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കല് എന്റെ കഴിവുകൊണ്ട് എന്റെ പ്രവൃത്തിയല്ല. അപ്പോ എനിക്ക് അങ്ങനത്തെ ഒരു കഴിവുമില്ല. ഞാൻ എന്ന് പറയുന്നത് ഒരു ഉപകരണം മാത്രമാണ്. പിന്നെ ജാമിദ ടീച്ചർ ഇവിടെ പറഞ്ഞ ഖുർആന്റെ ഓതന്റിസിറ്റി ചോദിച്ചു. അത് ബോധ്യപ്പെട്ട ഷഹാദത്ത് കലിമ ചെല്ലാന്ന് പറഞ്ഞു. ജാമിദ ടീച്ചർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് ജാമിദ ടീച്ചർ ഇത് ചോദിക്കുന്നത്. അത് തന്നെയാണ് അള്ളാഹു ഖുർആനിലൂടെ പറയുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകുകയുള്ളൂ, നേർവഴിയിലാക്കുകയുള്ളൂ എന്ന് ഖുർആൻ വചനം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലാവൂല. ഇത് സത്യം മാത്രം പറയുന്ന, സത്യം മാത്രം പ്രവർത്തിക്കുന്ന, നേർവഴിയിലൂടെ ചരിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഇത് ഖുർആൻ മനസ്സിലാവുള്ളൂ, ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ ജാമിദ ടീച്ചർ കള പറയുന്ന ആളെന്നല്ല പറയുന്നത്. അപ്പോ ഖുർആനിലൊരു വാചകമുണ്ട്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു വഴി കാണിച്ചു കൊടുക്കുള്ളൂ, നേർവഴിയിലാക്കുകയുള്ളൂ എന്ന് പറയുന്നത് എന്റെ ഉത്തമ ഉദാഹരണമാണ് ജാമിദ ടീച്ചർ. കാരണം ജാമിദ ടീച്ചർക്ക് ഇത് മനസ്സിലാവുന്നില്ല. ചില ആളുകൾക്ക് ഇത് മനസ്സിലാവും, ചില ആളുകൾക്ക് ഇത് മനസ്സിലാവും. അത് തന്നെയാണ് ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ എനിക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ലേ? അത് ഉണ്ടാക്കിയ സൃഷ്ടികർത്താവിന് എന്നെ മനസ്സിലാക്കിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു ദൗർബല്യമല്ലേ? ഞാൻ എഴുതുന്ന ഒരു കവിത, ഞാൻ എഴുതുന്ന ഒരു കഥ, ഞാൻ എഴുതുന്ന ഒരു ലേഖനം, എൻ്റെ ഒരു പ്രഭാഷണം, അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണം എന്ന അർത്ഥത്തിലാണ് ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് എൻ്റെ ഡിഫക്റ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സന്മാർഗത്തിലാക്കാൻ പടച്ചവന് പറ്റിയിട്ടില്ലെങ്കിൽ, പടച്ചവൻ ഇറക്കിയ പുസ്തകം ഞാൻ ഇത്രയും വർഷം ഓതറൈസ്ഡ് ആയിട്ടുള്ള, അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മഹാപണ്ഡിതന്മാരിൽ നിന്നാണ് ഞാൻ ഈ വിജ്ഞാനം സ്വീകരിച്ചിരിക്കുന്നത്. മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള, ഹുസൈൻ സലഫിയെ പോലെയുള്ള, MM അക്ബറിനെ പോലെയുള്ള വലിയ കൊടികെട്ടിയ പണ്ഡിതന്മാർ, ഷംസുദ്ദീൻ പാലത്ത്, ഹാരിഫ് കായ്ക്കൊടി, ഇവരൊക്കെ വലിയ വലിയ സംവാദകരാ. ഇവരുടെയൊക്കെ ക്ലാസ്സുകളിലാണ് ഞാൻ പഠിച്ചത്.
ഞാനിതൊക്കെ കേട്ടത്. എന്നിട്ട് പോലും എനിക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ ഡിഫക്റ്റ് ആണോ, അതോ ഈ പുസ്തകത്തിൻ്റെ പ്രശ്നമാണോ, അതോ ഈ പുസ്തകം ഇറക്കിയ ആളിൻ്റെ കഴിവുകേടാണോ? അവസാന കാലത്തെ പണ്ഡിതന്മാര് ആകാശത്തിന് കീഴിൽ ഏറ്റവും നിഷ്ഠ ജീവികളാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലീ സിസ്റ്റർ എന്തോന്ന് പറയാൻ വന്നായിരുന്നു. ലീ സിസ്റ്ററോട് കഴിഞ്ഞിട്ട് മുഹമ്മദിന് മൈക്ക് എടുക്കാം. സിസ്റ്ററെ ഫ്രീ ഇനിയിപ്പൊ എടുക്കല്ലേ ജയ പറയാൻ. ഓക്കെ, ഞാൻ കുറേ സമയമായി ഈ മിസ്റ്റർ മുഹമ്മദ് അഷ്റഫ് വന്നപ്പോഴും മിസ്റ്റർ ഫ്രീ വന്നപ്പോഴും ഞാനിവിടെ കുറച്ച് ചോദ്യങ്ങൾ വെച്ചിരുന്നു. അതിനുശേഷം ചാപ്പ പാസ്റ്റർ അവരോട് അതേ ചോദിച്ചു. പിന്നെ ഇപ്പോൾ ജാമിദ ടീച്ചർ വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതും നമ്മളുടെ നോർമലായിട്ടുള്ള ചിന്തകളിൽ ഈ ഖുർആൻ വായിക്കുമ്പോൾ വരുന്ന സംശയങ്ങളൊന്നും ഇവരെ ഏശാത്ത വിധം, അതായത് ഈ ഇമാനികളായ മുസ്ലിങ്ങളെ ഏശാത്ത വിധം എന്തോ ഒരു വലയം അവരെ ചെയ്തിരിക്കുകയാണ്. നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല, മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ പോലും ചോദിക്കുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിന് ഉത്തരം പറയുകയല്ല ചെയ്യുന്നത്. അവർ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് പാടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് രാവിലെ മുതൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് എന്ത് ചോദ്യം ചോദിച്ചാലും അവരുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇൻജക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പുറത്തേക്ക് വരുന്നതല്ലാതെ ചിന്തിച്ചൊരു ഉത്തരം പറയാൻ അവർക്ക് കഴിവില്ല. വെരി സാഡ് എന്ന് എനിക്ക് പറയാനുള്ളൂ. രാവിലെ മുതൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ മിസ്റ്റർ മുഹമ്മദ്, ഒന്നിന് പോലും ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. വെറും സിമ്പിൾ ചോദ്യമായിരുന്നു. ഫാത്തിഹ എന്ന ആദ്യത്തെ അധ്യായത്തിലെ 1ഉം 2ഉം ആയത്തുകൾ അത് ആരുടെ സംഭാവനയാണ്? അത് അള്ളാഹു പറഞ്ഞതാണോ? അള്ളാഹു പറഞ്ഞതാണെങ്കിൽ അള്ളാഹു ആരെയാണ്? വേറൊരു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണോ? അല്ല എങ്കിൽ ഇതൊരു മനുഷ്യൻ എഴുതിയതാണ്, ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ പറയുന്നുമില്ല. പിന്നെ ഇവിടെ ചോദിച്ച ചോദ്യം, അവൻ വെള്ളമിറക്കുന്നു, അള്ളാഹു മുള പൊട്ടിക്കുന്നു, അള്ളാഹു വെള്ളമിറക്കുന്നു, ഇവൻ വേറൊരുത്തൻ മുള പൊട്ടിക്കുന്നു. ഇങ്ങനെയുള്ള അതായത് അത് ഗ്രാമർ മിസ്റ്റേക്ക് ആണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ അതും സമ്മതിക്കില്ല. അത് ഖുറാന്റെ ശൈലിയാണെന്ന് പറയും. അതെങ്ങനെയായി ഖുറാന്റെ ശൈലി? ഇത്ര മോശമായ ഗ്രാമർ. ആയിഷക്കുട്ടി പോലും പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. 6 വയസ്സിൽ നിക്കാ ചെയ്ത പെൺകുട്ടിക്ക് അത്യാവശ്യം ഗ്രാമർ അറിയാമായിരിക്കും. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഈ ഖുറാൻ എന്ന് പറയുന്നതിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അത് അർത്ഥം പറഞ്ഞിരിക്കുന്നത്, അത് കറക്റ്റ് ഇവിടെ നിങ്ങൾ അതും ചെയ്യില്ല. പക്ഷേ ഈ തെറ്റുകളെല്ലാം ന്യായീകരിക്കുക എന്നതാണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരേ ഒരു പണി. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. ഇപ്പൊ ജാമിദ ടീച്ചർ അവസാനം ചോദിച്ച ചോദ്യം, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു, ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു. അപ്പൊ കുറ്റം ആരുടെയാ? അതാണ് there is no choice for me. അതാണ് ചോദ്യം. ഒരാൾക്കും ഇവിടെ ചോയ്സ് ഇല്ല. ഇത് ബൈബിളിൽ ഇങ്ങനെ അല്ല. ബൈബിളിൽ ചോയ്സ് ഉണ്ട്. ഞാൻ തന്നെയുമല്ല സിസ്റ്ററെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മരണവും വെക്കുന്നു. നമ്മൾ രണ്ടുപേരും ഒരേ മുമ്പിൽ ജീവനും മരണവും വെക്കുന്നു, നിങ്ങൾ ജീവനെ തിരഞ്ഞെടുക്കുക, ദാറ്റ് ഈസ് യുവർ ചോയ്സ്. അതല്ല സിസ്റ്ററെ, ഇവരെ അഡ്രസ്സ് ചെയ്യേണ്ടത്, നമ്മൾ രണ്ടുപേരും ഒരു മാതാവിന്റെ മക്കളാണെങ്കിൽ നമ്മുടെ അമ്മ ഒരാൾക്ക് ബിരിയാണി തരുന്നു, വേറൊരാൾക്ക് തരുന്നില്ല. എന്നിട്ട് എന്താ തിന്നാത്തതെന്ന് ചോദിച്ചിട്ട് നമ്മളിൽ ഒരാളെ അടിച്ചാൽ എങ്ങനെയിരിക്കും? ഞാൻ എത്ര വിചാരിച്ചാലും ശരി, എന്റെ സിസ്റ്റർക്ക് കൊടുത്ത ബിരിയാണി എനിക്ക് കിട്ടത്തില്ല, കാരണം അമ്മ തന്നിട്ടില്ല, സിസ്റ്റർ അത് തിന്നുകയും ചെയ്തു. ഇതിനിവർ ഉത്തരം പറയേണ്ടതിന് പകരം ഇവരെന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമയം കളയാനായിട്ട്? അതാണ്, അതായത് അവരെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ അല്ലാഹു സർവ്വം ഉത്തരം. അതായത് അവസാനത്തെ ചാൻസ് ആണ്. ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ ഞങ്ങൾ കേൾക്കാം. വീണ്ടും പഴയത് പറയരുത്. സംതിങ് ന്യൂ, എനിത്തിങ്, പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പുതിയതായിട്ടൊന്നും പറയാനില്ല, കാരണം ഖുറാനിൽ പുതിയതായിട്ടൊന്നും ഇല്ല. പഴയ ഒരേ കാര്യം ഖുറാനിലുള്ളൂ. അത് ഒരു ദിവസം കഴിയുമ്പോൾ വേറെ ഖുറാനിൽ പുതിയതായിട്ടൊന്നും വരുമൊന്നുമില്ല. അപ്പൊ പറയാനുള്ളതേ പറയാനുള്ളൂ. അതായത് നിങ്ങളിപ്പോ ഇവിടെ ജാമിദ ടീച്ചർ പറഞ്ഞ് ഒരാൾക്ക് ബിരിയാണി ഒരാൾക്ക് ഫ്രൈഡ് എന്ന് പറഞ്ഞു. അപ്പോ ഇതെന്താന്ന് വെച്ചാല് നമ്മള്
സത്യമാണ് ദൈവം, അതായത് സത്യമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. ഈ സത്യത്തിൽ കൂടി പോകുന്നവർക്ക് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ എന്റെ കഴിവുകൊണ്ട് എനിക്ക് ഒന്നും കണ്ടെത്താനോ ഞാൻ എങ്ങനെ കാണുന്നത്, ഞാൻ കാണുന്നത് എനിക്ക് 2 കണ്ണുകൾ നൽകപ്പെട്ടതുകൊണ്ടാണ്. ആ കണ്ണുകൾ ഞാൻ ഉണ്ടാക്കിയതല്ല. ഈ കണ്ണുകളും തലച്ചോറൊക്കെ എന്റെ ഒരു സുഹൃത്ത് ബ്ലൈൻഡ് ആണ്, ഷാജഹാൻ. അവന് കാണാൻ പറ്റിയില്ല. നമുക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റുന്നു, ഷാജഹാന് കാണാൻ പറ്റുന്നില്ല. അള്ളാഹുവിന്റെ നീതിബോധത്തെ കുറിച്ചൊന്ന് പറഞ്ഞേ. അന്ധന്മാരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലേ? നിങ്ങള് ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. നിങ്ങള് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുമ്പോഴേ നിങ്ങള് നിസ്വാർത്ഥമായി വളരെ നിഷ്കളങ്കതയോടെ ദൈവത്തോട് അപേക്ഷിക്കണം. സുഹൃത്തെ, ഞാൻ നിഷ്കളങ്കമായി, സുഹൃത്തെ നിങ്ങൾ വേറൊരു കാര്യം, നിങ്ങൾ മറ്റൊരു കാര്യം, മുഹമ്മദേ ബേസിക് ആയിട്ട് മുഹമ്മദേ നിങ്ങൾ അല്ല, നിങ്ങൾ പറയുന്നത് മൊത്തം കഥയും കേട്ടോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ പറയുന്ന ഈ വിശദീകരിച്ചിട്ടുള്ള പ്രസംഗങ്ങളൊന്നും കേട്ടോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യന് സന്മാർഗം നൽകുന്നതും ദുർമാർഗം നൽകുന്നതും അള്ളാഹു ആണെങ്കിൽ പിന്നെ നരകവും സ്വർഗവും എന്തിനാ? ഈ ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. പോയോ മുഹമ്മദ്? കേൾക്കാമോ? ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, നമ്മുടെ ചോദ്യം കൃത്യമല്ലേ? ഞാൻ പറയുമ്പോ എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ പ്രസംഗിക്കുവാണ്, നിങ്ങൾ സംസാരിക്കുവല്ല. ബഹളം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പ്രസംഗിക്കുവാണ്. അനുസരിച്ച് നിങ്ങൾ പറയുന്ന മാതിരി ആൻസർ പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാണ്. എന്റെ സുഹൃത്തെ, നിങ്ങൾ പറയുന്ന കഥ മൊത്തവും കേട്ടോണ്ട് നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ എല്ലാവരും അത്യാഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ ലൈവിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ തട്ടം വരെ എടുത്തു വെച്ചിരിക്കുക, ഇടാൻ ഖുർആൻ വരെ എടുത്തു വെച്ചിരിക്കുവാണ്. ഇന്ന് ലുഹർ മുതൽ നിസ്കരിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. ഇന്ന് ഇതെല്ലാം നിർത്താമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അത്രമാത്രം ആഗ്രഹത്തോടു കൂടി. കാരണം എന്റെ മാതാപിതാക്കൾ മുസ്ലിമാണ്, എന്റെ സഹോദരങ്ങൾ മുസ്ലിമാണ്. എന്റെ ഉമ്മച്ചി മരിക്കുമ്പോൾ എനിക്ക് മുമ്പിൽ നിന്ന് നേതൃത്വം നൽകണം മയ്യത്ത് നമസ്കാരത്തിന്. ഇത് ശരിയാണെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനുള്ള അത്യാഗ്രഹത്തോടെ വരുമ്പോൾ നിങ്ങൾ പറയണം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണമെന്ന്. എന്റെ മനസ്സിലേക്ക് ആഗ്രഹം ഇട്ടുതരുന്നത് പടച്ചോനല്ലേ? പടച്ചോൻ വിചാരിച്ചെങ്കിലല്ലേ എനിക്ക് സന്മാർഗ്ഗയാകാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞു. ഞാൻ കഠിനമായിട്ട് പരിശ്രമിക്കുന്നു. ഇസ്ലാം ശരിയാണെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ. ഇവിടെ വെച്ചിട്ട് 15 വർഷമായിട്ട് പൊന്നാനിയിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന എത്ര പേരുണ്ട്? അച്ഛൻ കുഞ്ഞിനെ അടക്കം ഞാൻ കൊണ്ടുവരാമെന്ന് എന്റെ ബ്രദറാ, ഞാൻ കൊണ്ടുവരാമെന്ന്. നമുക്ക് എല്ലാവർക്കും പൊന്നാനിയിൽ പോകാം. നവാസ് മന്നാനിയെ വിളിച്ചോ, പെണ്ണുങ്ങളെ ഛേദിക്കാൻ അദ്ദേഹമാണ് ബെസ്റ്റ്. നമ്മൾ എല്ലാവരും റെഡിയാണ്. ഇത് ശരിയാണെങ്കിൽ ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. ഒരാൾ സന്മാർഗം കിട്ടണമെങ്കിൽ, ഒരാൾ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അള്ളാഹു വിചാരിക്കണ്ടേ? ഒരാൾ നരകത്തിലേക്ക് പോകണമെങ്കിലും അള്ളാഹു വിചാരിക്കണ്ടേ? എന്തുകൊണ്ട് പടച്ചോനത് വിചാരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു കാര്യം. നിങ്ങൾ വിശദീകരിച്ച് ഒരുപാട് പ്രസംഗിക്കുമ്പോഴത്തേക്കിനാണ് നമുക്ക് കയറി ഇന്ററപ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് തർക്കിക്കാൻ എത്രയും തർക്കിക്കാം, എത്ര ദിവസം വേണമെങ്കിലും പ്രപ്പോസ് ഇട്ടിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കാം. അതിനെക്കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞാനത് താല്പര്യപ്പെടുന്ന ആളുമില്ല. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ അഹങ്കാരം എന്നുള്ള വികാരം അതൊരു മനുഷ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് സബ്മിഷൻ സാധ്യമാവില്ല, ദൈവത്തിന് കീഴൊതുങ്ങാൻ കഴിയില്ല. അപ്പോ കാരണം അയാൾക്ക് അയാളാണ് വരുന്നത്. അതേസമയം സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു ജീവനും ഒരു കഴിവുമില്ല, അഹങ്കാരത്തിന് ഒരു അവകാശവും ഇല്ല. ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ട്. അഹങ്കാരത്തിന്റെ കാര്യം നിങ്ങൾ പറയേണ്ടത്. മറ്റുള്ളവരെ കൊല്ലാൻ പറയുന്ന ഒരു അള്ളാഹുവിന്റെ അഹങ്കാരം വായിച്ചുകൊണ്ടല്ല നിങ്ങൾ ഇത് പറയുന്നത്. നിങ്ങൾ ഇത് പറയണ്ട, ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ മാത്രം കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് ഇത് കേട്ടോണ്ടിരിക്കും. അതല്ല മുഹമ്മദേ, ഏറ്റവും വലിയ അഹങ്കാരി പിശാചാണല്ലോ അല്ലെ? പിശാചല്ലേ അള്ളാഹു ഏറ്റവും വലിയ അഹങ്കാരി. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ആദമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇബ്ലീസ്
അഹങ്കാരിയായി മാറിയത്. നിങ്ങൾ ഇബിലീസിനെ വെച്ചിട്ട് നിങ്ങൾ എന്നെ കമ്പയർ ചെയ്തിട്ടാണ് സംസാരിക്കണമെന്നൊക്കെ എനിക്കറിയാം. കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഇബിലീസ് തന്നെ തെളിയിച്ചതല്ലേ. ഇബിലീസിനെ അഹങ്കാരിയാക്കിയതാരാ? ഇബിലീസിനെ വഴിപിഴപ്പിച്ചതാരാണ്? പടച്ചോനാണ് എന്ന് ഖുർആനിന്റെ വചനത്തിൽ ഞാൻ തെളിയിച്ചു തരാം. പടച്ചോനാണ് ഇബിലീസിനെ വഴിപിഴപ്പിച്ചത്. ഇബിലീസാണ് അഹങ്കാരി എങ്കിൽ പക്ഷേ അള്ളാഹുവാണ് ഏറ്റവും വലിയ അഹങ്കാരി എന്ന് ഞാൻ തെളിയിച്ചു തരാം ഖുർആനിലൂടെ തന്നെ. അള്ളാഹുവിന്റെ പേരുകളിൽ ഒന്നല്ലേ അള്ളാഹു മുത്തക്കബീർ? മുത്തക്കബീർ മാത്രമല്ല, ജബ്ബാർ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. സ്വേച്ഛാധിപതി, അഹങ്കാരി, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവൻ. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങൾക്കുമുണ്ട് അത്തരം പദപ്രയോഗങ്ങളും അത്തരം അർത്ഥവ്യത്യാസങ്ങളുമുണ്ട്. അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഞാൻ അഹങ്കാരിയാണ്. തെറ്റാണോ? അഹങ്കാരം തെറ്റാണോ? അള്ളാഹുവിന്റെ സ്വഭാവമല്ലേ? പറയൂ മിസ്റ്റർ മുഹമ്മദ്. അല്ലെ, ഞാൻ പറയുമ്പോ നിങ്ങൾ പറയും ഇത്തരം കാര്യങ്ങളൊന്നും പറയണ്ട, ചോദിക്കുന്നതിന് ഇവിടെ പറയുകയാണ് അള്ളാഹുവിന്റെ സ്വഭാവമാണ് അഹങ്കാരം. അപ്പൊ തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് ചോദിച്ച് ചോദ്യമൊക്കെ പോയോ? അപ്പൊ അഹങ്കാരായോ ചോദ്യം? അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് ഒന്നിനും ഉറച്ചു നിൽക്കി. തെളിച്ച വഴിയെ അടിച്ചില്ലെങ്കിൽ വന്നില്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്കാവാം, നമ്മൾക്ക് പറ്റൂല. നിങ്ങൾ ഇടുമ്പോ ബർമുട, നമ്മൾ ഇടുമ്പോ മല്ലിട്ടോസ്. ഈ റൂമിൽ രാവിലെ മുതൽ നിങ്ങളോട് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു സാറേ? ഒന്നിന് പോലും ഓരോ ചോദ്യത്തിനും ഉത്തരമുണ്ട് സുഹൃത്തെ, ഓരോ ചോദ്യത്തിനും ഉത്തരമുണ്ട്. ഉത്തരമുണ്ട്, നിങ്ങൾക്ക് അറിയത്തില്ല. ഉത്തരമുണ്ട്, നിങ്ങൾക്ക് പറയാൻ അറിയത്തില്ല. ഓരോന്നിനും ഉത്തരമുണ്ട്. വളരെ വ്യക്തമായ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ല ഉത്തരം പറയാൻ. മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ജാമിദ ടീച്ചർ ഈ വിദ്വേഷ പ്രസംഗം നടക്കുന്നത്. ജനങ്ങളിടയിൽ ഈ പിന്നെ തെറ്റിദ്ധാരണ പരത്തുന്ന ഈ പ്രഭാഷണങ്ങളായിട്ട് നടക്കുന്നത്. എന്റെ സുഹൃത്തെ, ഞാൻ 4-5 ഖുർആൻ വചനങ്ങൾ പറഞ്ഞിട്ടാണല്ലോ നിങ്ങളോട് ചോദിച്ചത്. ഒരു ഖുർആൻ വചനം കൊണ്ട് നിങ്ങൾ അതിനെ ഒന്ന് ഖണ്ഡിക്കാമോ? ഒരൊറ്റ വചനം കൊണ്ട് നിങ്ങൾ അതിനെ ഒന്ന് ഖണ്ഡിക്കാമോ? ഒരു വചനം കൊണ്ട് നിങ്ങൾ അതിനെ ഒന്ന് ഖണ്ഡിക്കേ. ഞാൻ ഖുർആൻ ഡിബേറ്റിനാ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം ഖുർആൻ വചനങ്ങളാണ്. ഒരു ചോദ്യം വളരെ ക്ലിയർ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞല്ലോ. അള്ളാഹു ആണോ മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നത്? അള്ളാഹു ആണോ മനുഷ്യനെ സന്മാർഗത്തിലാക്കുന്നത്? ഇത് രണ്ടും ഖുർആൻ കൊണ്ടാണ് എന്ന് തെളിയിച്ചു. പിന്നെ എന്തിനാണ് ഒരു സ്വർഗം? എന്തിനാണ് ഒരു നരകം? ഈ ഖുർആനിലൂടെ അള്ളാഹു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കടമയാണ്. ആ വഴി ഒന്ന് പറയാമോ? ആ വചനം ഒന്ന് പറയാമോ? ഇടയ്ക്ക് കയറി വർത്താനം ആ വചനം ഒന്ന് പറയൂ. നിങ്ങളെ ജാമിദ ടീച്ചർ വലിയ കോപ്പാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ. നിങ്ങളെ ഖുർആൻ നിങ്ങൾ ആ വഴി പറഞ്ഞു പോകൂ. നിങ്ങൾ ആ വഴി ഒന്ന് പറഞ്ഞു പോകൂ സുഹൃത്തെ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. സ്വഭാവമാണല്ലോ ഇതിപ്പോ കാണിക്കുന്നത്. അതല്ല, നിങ്ങൾ സംസാരിക്കുമ്പോൾ തെളിവ് വെച്ച് പറയൂ. ഇതൊരു ഡിബേറ്റ് അല്ലേ? അള്ളാഹു സന്മാർഗത്തിന് വഴി കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻഡെക്സ് പറയണം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഖുർആൻ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് വചനമാണെന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് പഠിച്ചിട്ട് സന്മാർഗത്തിലേക്ക് വരാമല്ലോ. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ സുഹൃത്തെ. നിങ്ങൾ പ്രൊവോക്കഡ് ആകണ്ട, നിങ്ങൾ തുടരൂ. ഒരു കാര്യം സംസാരിക്കുമ്പോ അത് കേൾക്കാനുള്ള ക്ഷമ വേണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ സംസാരിച്ചത് അർത്ഥമില്ല. നിങ്ങൾക്ക് ചോദിക്കുന്നത് സത്യസന്ധമായിട്ടാണെങ്കിൽ വാക്കുകൾ ഉപയോഗിച്ച് നീ എന്ന് മേയൊക്കെ വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് ക്ഷമയാ? നിങ്ങൾക്ക് എന്ത് ആകാശം ഇടിഞ്ഞു വീഴോ? ആകാശം വിട്. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലുള്ളവരെ വിളിക്കുന്ന പോലെ അല്ലല്ലോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് വിളിക്കേണ്ടത്. മര്യാദ പാലിക്കണം. നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടുന്ന് സംസാരിക്കാമെങ്കിൽ സംസാരിക്കാം. നിങ്ങൾ മര്യാദ പാലിക്കുന്നില്ല. നീ അടക്കം മര്യാദ പാലിക്കുന്നില്ല. മര്യാദ പാലിക്കാഞ്ഞത് അത് നീ മര്യാദ പാലിക്ക്. ഒരു മിനിറ്റ് അഷ്റഫെ താങ്കൾക്ക് അത്യാവശ്യം പ്രായമുള്ള വ്യക്തിയാണ്. വെറുതെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവരെ ഇങ്ങനെ സംസാരിക്കരുത്. നീയും ഞാനൊക്കെ വിളിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ റെസ്പെക്ട് ഗീവ് ആൻഡ് ടേക്ക് അത് കൊടുത്താലേ കിട്ടത്തുള്ളൂ.
താങ്കൾ സംസാരിക്കാൻ താങ്കൾ ഉപദേശം നിർത്തിയിട്ട് കാര്യം പറ. എന്ത് താങ്കൾ പോ ചങ്ങാതി അവിടുന്ന്. മോശമായ വാക്ക് ഉപയോഗിക്കുന്നത് നീ എന്നും ഒക്കെ വിളിക്കുകയും മോശമായ ചീത്ത വാക്കൊക്കെ എന്താ ഇനി കേട്ടത് നല്ല കാര്യമാണോ? ഇത് മറി സിസ്റ്ററെ പുള്ളി പറയട്ടെ, ചോദിച്ചിട്ട് ഉത്തരം പറയട്ടെ, പുള്ളി വിട്, കാര്യം വിട്. അയാള് പറയില്ല. അയാൾ എത്ര നേരമായിട്ട് ഉരുണ്ട് കളിച്ചോണ്ടിരിക്കുക. അദ്ദേഹം ഒരു ക്വസ്റ്റ്യനും അഡ്രസ് ചെയ്യുന്നില്ല. നമ്മുടെ അടുത്ത പണ്ഡിതൻ വന്നിട്ടുണ്ട്, സാബു. ജാമ്യ ടീച്ചറിന് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ സാബുയോട് സംസാരിക്കാം. സാബു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ജാമിദ ടീച്ചർ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് സംസാരിക്കാൻ പറ്റിയത്. ഞാൻ മനസ്സിലാക്കുന്നത് അന്നേരം ഒരു സെക്കൻഡ് സാബു, അന്നേരം ആ അവസരം താങ്കൾ മാക്സിമം യൂസ് ചെയ്യുക. ജാമ്യ ടീച്ചറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സാബുയോട് ചോദിക്കാം. താങ്കളുടെ വ്യക്തമായ ആൻസർ കേൾക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഓക്കെ, ഞാൻ പറയാം. ആദ്യം ജാമിദ ടീച്ചർ ഈ ചേകന്നൂർ മൗലവിന്റെ വിശ്വാസം ഉള്ള ആളാണോ? എനിക്ക് ജാമിദയുടെ വിശ്വാസം മനസ്സിലായില്ല. ഖുർആൻ ദൈവികമല്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഒരു മനുഷ്യനെ ഇന്ന് ലോകത്തിന്റെ ഏതു കോണിൽ ജീവിക്കാനും ഒരു ഗ്രന്ഥം അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കേണ്ട കാര്യമില്ല. ഒരു മനുഷ്യന്റെ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്. ഇനി മതമാണെങ്കിൽ അവനത് സ്വകാര്യതയായിരിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഇവിടെ നമ്മൾ ഡിബേറ്റിന് എടുത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് ഇതിനകത്ത് നിന്ന് ആള് പുറത്തേക്ക് പോയതാണ്. അള്ളാഹു വിചാരിച്ചാലാണ് ഒരാൾക്ക് സന്മാർഗം കിട്ടുക, അള്ളാഹു വിചാരിച്ചാലാണ് ഒരാൾ ദുർമാർഗിയാവുക. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഹിദായത്ത്, സന്മാർഗം കിട്ടിയ ആളുകൾക്ക് സ്വർഗവും ദുർമാർഗം കിട്ടിയ വഴിപിഴച്ച ആളുകൾക്ക് നരകവും കൊടുക്കുന്നത് എന്തിനാണ് പഠിച്ചത്? ഇതായിരുന്നു ചോദ്യം. അത് ഈ വിഷയത്തില് എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാല്, ഈ അള്ളാഹു ആരെ നേർവയിലാക്കുന്നു, ആരെ വഴിപേപ്പിക്കുന്നു, ആരെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആയത്തുകളും നിങ്ങൾ ആദ്യം എടുക്കണം. ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് ഈ ഭാഗങ്ങൾ 10-15ഓളം ആയത്തുകളുണ്ട്. ഇത് മൊത്തം എടുത്ത് വായിക്കുമ്പോഴാണ് ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ. കാരണം അള്ളാഹു അൽബക്കറിൽ പറയുന്നുണ്ട്, അവൻ ധാരാളം പേരെ വഴിപേപ്പിക്കുന്നു, അവൻ ധാരാളം പേരെ സന്മാർഗത്തിലാക്കുന്നു. എന്നിട്ട് വഴിപേപ്പിക്കുന്നവരുടെ ഗുണമായിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞത് അവർ അക്രമികളായതുകൊണ്ട് അവരെ ഞാൻ വഴിപേപ്പിക്കുന്നു എന്നാണ്. അതായത് ഒരാള് അക്രമിയാകുമ്പോ, ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാകുമ്പോ, ഒരാൾക്ക് ഫാസിക്കാവുമ്പോൾ അള്ളാഹു അവരെ വഴിപേപ്പിക്കുന്നു. ഇനി അവർ തിരിച്ചു വരികയാണെങ്കിലോ, അവരുടെ ജീവിതത്തിൽ അഹങ്കാരം അക്രമം ഒഴിവാക്കുകയാണെങ്കിൽ, അതാണ് ഒരു ജനത അവർ സ്വയം പരിവർത്തനത്തിന് വിധേയരായി വരികയാണെങ്കിൽ അള്ളാഹു അവരെ നേർവഴിയിലാക്കുന്നു എന്ന് ഖുർആൻ പറയുന്നത്. ഇത്രയുള്ള ഈ വിഷയം അള്ളാഹു അക്രമികൾ ഒരിക്കലും തന്നെ നേർവഴിയിലാക്കൂല എന്നാണ് പറഞ്ഞത്. ഒരാൾ എങ്ങനെയാണ് അക്രമിയാകുന്നത്? ഒരാള് എങ്ങനെയാണ് അഹങ്കാരിയും അക്രമിയും ആകുന്നത്? അതായത് ഭൂമിയിലെ ഫസാദ്. കേൾക്കുന്നില്ലല്ലോ, എനിക്ക് മാത്രമാണോ കേൾക്കാത്തത്? അതായത് ദുൽമ ചെയ്യുന്നവർ, ലോലിമീങ്ങൾ എന്നുള്ള അക്രമികൾ എന്നാ പിന്നെ നേർവഴിയിലാക്കൂല, അഹങ്കാരികളെ ആക്കൂല. അതെന്താണ് അക്രമം, എന്താണ് അഹങ്കാരം നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന എല്ലാവർക്കും മനസ്സിലാകൂല അത്. ശരി, നിങ്ങൾ പറഞ്ഞ ബക്കറയിലെ വചനം യുളില്ലു ബിഹി കസീറം വയഹ്ദി ബിഹി കസീറാമ. അള്ളാഹു ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ആളുകളെ അള്ളാഹു സന്മാർഗത്തിലാക്കും, കൂടുതൽ ആളുകളെ അള്ളാഹു വഴിപിഴപ്പിക്കുകയും ചെയ്യും. ഈ മറ്റുള്ളവരെ വഴിപിഴപ്പിച്ചിട്ട് അതിനകത്തൊരു സുഖം കണ്ടെത്തുന്ന പടച്ചോൻ അങ്ങനെ നേരത്തെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ചാൽ എനിക്ക് സന്മാർഗത്തിലാകാൻ പറ്റുമോ? അതാണ് ഇല്ലൽ ഫാസിഖീൻ, ഇല്ല എന്ന് പറഞ്ഞ ഫാസിഖീങ്ങളല്ലാതെ. എങ്ങനെയാണ് ഒരാൾ ഫാസിഖ് ആകുന്നത്? എടുക്കേണ്ടത് എങ്ങനെയാണ് ഒരാൾ ഫാസിഖ് ആകുന്നത്? എങ്ങനെയാണ് ഒരാൾ ലാലിമാകുന്നത്? അത് അവൻ ഉദ്ദേശിക്കാണ്. അല്ല അല്ല, അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അടങ്ങ്. ഖുർആനിന്റെ വചനങ്ങളല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ പറയുന്ന വചനങ്ങളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ, ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പറയാണ് ഖുർആനിലൂടെ. നിങ്ങൾ ഖുർആൻ പഠിച്ച ആളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരി, അങ്ങനെയുള്ള ആളുമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ അവസരം കിട്ടിയതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം ഖുർആൻ അറിയുന്ന ആളുകളൊന്നും സാധാരണഗതിയിൽ തർക്കിക്കാനും ഡിബേറ്റിനും ഒന്നും വരാറില്ല. ശരി, പറഞ്ഞുതരാം. അള്ളാഹു പറയാണ് അള്ളാഹുവിന്റെ ബാധ്യതയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് സന്മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നത്. വമിൻഹ, അതിൽ ജാഇറുൻ, പിഴച്ച മാർഗവുമുണ്ട്. അതെങ്ങനെ വന്നു? വലൗഷ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഹദാകും അജ്മഈൻ, അള്ളാഹു എല്ലാവരെയും സന്മാർഗത്തിലാക്കുമായിരുന്നു. അള്ളാഹു അത് വിചാരിക്കായിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ഓക്കെ, നിങ്ങളെ പോയിന്റ് എനിക്ക് മനസ്സിലായി. അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നെങ്കിൽ എല്ലാവരെയും നേർവഴിയിലാക്കുന്നു എന്ന്, അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്? സിമ്പിൾ, ഞാനല്ല ഉദ്ദേശിച്ചത്, ഖുർആൻ. അതാ. അത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് അള്ളാഹു തആല ഖുർആനിൽ പറയുന്നു, 2 വഴികൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഒന്നെങ്കിൽ അവന് നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം. ആ വചനം ഒന്ന് പറയൂ, ആ വചനം ഒന്ന് പറയൂ. സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ വചനം ഒന്ന്, ഞാനെല്ലാം ഇൻഡെക്സ് അടക്കമാണ് പറഞ്ഞത്. ആ ഖുർആൻ വചനം ഒന്ന് പറയൂ. ഞാൻ എടുത്തുതരാം. നമ്മൾ എന്ത് പറയുമ്പോഴും ഇൻഡെക്സ് കൊടുത്തിട്ട് പറയണം. ശരി, നിങ്ങളത് തപ്പിക്കോ, അതുവരെ ഞാൻ ഒരു കാര്യവും കൂടി പറയാം. പ്രവാചകൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസവും 10 ദിവസവും പ്രായമാകുമ്പോൾ 4 കാര്യങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തി വെക്കുമെന്നാണ്. സാബു കേൾക്കുന്നുണ്ടോ? അതെ. 4 കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കും. അതിലൊന്ന് അവന്റെ ഭക്ഷണമാണ്. അവൻ എങ്ങോട്ട് പോയാലും ഭക്ഷണം അവനെ പിന്തുടരുമെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തേത് അവൻ എത്ര കാലം ജീവിക്കും, എവിടെ മരിക്കുമെന്നാണ് പറഞ്ഞത്. മൂന്നാമതായി പറഞ്ഞത് അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്ന് എഴുതി വെക്കുമെന്ന്. അതായത് അവൻ സ്വർഗത്തിന്റെ അവകാശിയാണോ നരകത്തിന്റെ അവകാശിയാണോ. അപ്പോ 4-ാം മാസം തെറ്റും ശരിയും വിവേചിച്ചറിയാത്ത ഒരു കാലത്ത് മാതാവിന്റെ ഗർഭാശയത്തിനകത്തു വെച്ച് തന്നെ എഴുതി വെക്കുന്നതിനനുസരിച്ച് അവൻ പ്രവർത്തിച്ചിട്ട് പിന്നീട് അവൻ തെരഞ്ഞെടുക്കണമെന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? പടച്ചോന്റെ കൽപ്പന പ്രകാരമല്ലേ നമ്മൾ എല്ലാവരും ഇതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഈ കടലിന്റെ തിരമാലകൾ പോലും അനങ്ങത്തില്ലല്ലോ, ഒരു പഴുത്ത ഇല പോലും അനങ്ങത്തില്ല എന്നല്ലേ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ മാത്രം വിചാരിച്ചാൽ എങ്ങനെയാണ് സന്മാർഗത്തിലെത്താൻ പറ്റുന്നത്? അതിന് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ആ ജനത സ്വയം പരിഷ്കരണത്തിന് തയ്യാറാവണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അവര് നേർവഴിയിലാക്കുന്ന പറഞ്ഞത്. നിങ്ങൾ എന്താ പറയുന്നത്? അവർ പരിഷ്കരണത്തിന് വിധേയരാകണമെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഈ ആശയവും ചിന്തയും ഇട്ടുകൊടുക്കേണ്ടത് പടച്ചോനല്ലേ? പടച്ചോൻ വിചാരിച്ചെങ്കിലല്ലേ ഇവർക്ക് സന്മാർഗം കിട്ടൂ. ഇല്ല, പടച്ചോൻ പറഞ്ഞത് എന്താ? അള്ളാഹു വിചാരിക്കുന്നെങ്കിൽ, നോക്കിക്കോ, ഞാൻ ഒരു വചനം കൂടി പറഞ്ഞു തരാം. ഇനിയും ഇൻ തഹിരിസ്, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ശരി, അലാഹുദാഹും അലാഹദാഹും, അവരെ സന്മാർഗത്തിലാക്കാൻ. തീർച്ചയായിട്ടും അല്ലാഹു ലാ യഹ്ദി, അല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല. മൻ, ആരെ? യുളില്ലു, അല്ലാഹു വഴിപിഴപ്പിക്കുന്നവരെ. വഴിപിഴപ്പിക്കുന്നവനാരാ? അല്ലാഹു. അല്ലാഹു വഴിപിഴപ്പിക്കുന്നവരെ സന്മാർഗത്തിലാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അല്ലാഹു സന്മാർഗത്തിലാക്കുന്നവരെ വഴിപിഴപ്പിക്കാനും നിങ്ങൾക്ക് പറ്റില്ല. ഖുർആൻ പറഞ്ഞതാ. പറയാം. അതായത് നിങ്ങൾ ആദ്യം ഒരു പറഞ്ഞത്, അതായത് അത് മുഹമ്മദ് നബിക്ക് തന്റെ കുടുംബക്കാരെ ഇതിലോട്ട് നേർവഴിയിലാക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലാഹു തആല പറയാണ് മുഹമ്മദിനോട്, നീ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് നേർവഴിയിലാക്കാൻ സാധിക്കില്ല. നേർവഴിയിലാക്കണമെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നവരെയാണ് നേർവഴിയിലാക്കുക. അള്ളാഹ് ആരെയാണ് ഉദ്ദേശിക്കുക? അക്രമം ചെയ്യാത്തവരെ, ഫാസിഖുകളെ അവരുദ്ദേശിക്കൂല. എന്തുവാണ് സുഹൃത്തെ നിങ്ങൾ ഈ പറയുന്നത്? അള്ളാഹു വിചാരിച്ചെങ്കിലല്ലേ ഒരാൾ ഫാസിഖാകൂ. അള്ളാഹു വിചാരിച്ചെങ്കിലേ ഒരാൾ ലാലിമാകൂ. അപ്പൊ അതിന്റെ ഉത്തരവാദി അള്ളാഹു ആണ് എന്ന് അല്ല. വഹദൈനാഹുൻ നജ്ദൈനി എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നാം നിങ്ങൾക്ക് 2 മാർഗങ്ങൾ കാണിച്ചു തന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈമാനിലെ 6ാമത്തെ വിശ്വാസം എന്താണ്? ഖൈറും ഷർറും കുല്ലും മിൻ ഇൻദില്ലാ, ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിച്ചാലേ ഒരാൾ വിശ്വാസിയാകൂ. അപ്പോൾ ഇബ്ലീസിനെ വഴിപിഴപ്പിച്ചതാരാ? അള്ളാഹു. അള്ളാഹുവിന്റെ പർദീസയിൽ അള്ളാഹുവിനോട് തന്നെ നേർക്കുനേരെ ഇബ്ലീസ് പറയുന്നുണ്ട്, അള്ളാഹുവേ, നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ ഞാൻ ദുർമാർഗിയായി. പിശാചിനെ വഴിപിഴപ്പിച്ചത് അള്ളാഹു ആണെന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. അള്ളാഹു ഒരു വചനം കൂടി ഞാൻ പറഞ്ഞു തരാം. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, എന്താണ്? വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ഒരു വിഭാഗം മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു വലിച്ചിഴച്ച് നരകത്തിലേക്ക് കൊണ്ടുവരും. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയം ഉണ്ടായിരുന്നു, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ ചിന്തിച്ചിട്ടില്ല.
ലഹും അയുനിൻ അവർക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നു, ലാ യുബ്സിറൂന ബിഹാ അതുകൊണ്ട് അവർ കണ്ടിട്ടില്ല. ലഹും ആദാനുൻ അവർക്ക് ചെവികൾ ഉണ്ടായിരുന്നു, ലാ യസ്മഊന ബിഹാ അതുകൊണ്ട് അവർ കേട്ടിട്ടില്ല. കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്ത ആളുകളെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരും. അത് ജിന്നുകളിൽപ്പെട്ടവരാണെങ്കിലും ശരി, മനുഷ്യരിൽപ്പെട്ടവരാണെങ്കിലും ശരി. എന്നിട്ട് അള്ളാഹു പറയാണ്, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ. എന്തുകൊണ്ടാണ് അവർ കേൾക്കാത്തത്, കാണാത്തത്, ചിന്തിക്കാത്തത്? അള്ളാഹു അവരുടെ കണ്ണിന്റെ മേലെ ആവരണമിട്ടിരിക്കുന്നു, ഹൃദയത്തിന്റെ മേലെ അള്ളാഹു സീല് വെച്ചിരിക്കുന്നു. അവർ ഖിയാമത്ത് നാളുവരെ വല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നിങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും നൽകിയിട്ടില്ലെങ്കിലും അവർ സന്മാർഗത്തിലാവില്ല. കാരണം അവരെ ദുർമാർഗത്തിലാക്കിയത് ഞാനാണെന്ന് പഠിച്ചു. ഹലോ, പറഞ്ഞോളൂ, എന്റേത് കഴിഞ്ഞു. അത് എനിക്കൊരു 2 മിനിറ്റ് സമയമാണ്. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു അവർക്ക് പിന്നെ ഹൃദയം കൊടുത്തു, അവർ ചിന്തിച്ചില്ല. ഞാനല്ല, ഖുർആൻ. ഞാൻ അങ്ങനത്തെ വിഡിത്തങ്ങളൊന്നും പറയില്ല. ഖുർആൻ പടച്ചോൻ പറഞ്ഞതാ. തന്നെ അവർക്ക് കാത് കൊടുത്തു, അവർ കേട്ടില്ല. അവർ കണ്ണ് കൊടുത്തു, അവർ സത്യം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു. അതെന്തുകൊണ്ടാണ് വേറൊരു വചനത്തിലൂടെ ഞാൻ പറഞ്ഞത്. വേറൊരു വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞത്, അവരുടെ കണ്ണിലും കാതിലും ഹൃദയത്തിലും അള്ളാഹു സീല് വെച്ചിരിക്കുന്നു, ആവരണം ചെയ്തിരിക്കുന്നു. അവര് കേൾക്കില്ല, കാണില്ല, ചിന്തിക്കില്ല. അതിന്റെ ഉത്തരവാദി അവരല്ല സുഹൃത്തെ, മാനുഫാക്ചറർ. അതങ്ങനല്ല വെച്ചത്. അവര് ഹൃദയം തെറ്റിലോട്ട് ചാഞ്ഞപ്പോ പിന്നെ അതിൽ അതെങ്ങനെ ചാഞ്ഞു? ജാമിദ ടീച്ചർ ഒരു മിനിറ്റ് ഞാനൊന്ന് ഇന്റർലൂഡ് ചെയ്യാണ്. മിസ്റ്റർ സാബു, ഈ ഖുർആനെ വിവരിച്ചു തരേണ്ടത് മുഹമ്മദാണ്. മുഹമ്മദ് ഹദീസുകളിലൂടെ അത് വിവരിച്ചു തന്നിരിക്കുന്നു. ജാമിദ ടീച്ചർ ഇപ്പോൾ ഒരു ഹദീസ് വായിച്ചു. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഗർഭത്തിൽ 4-ാം മാസം ഇരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഡെസ്റ്റിനി, വിധി എഴുതപ്പെട്ട് കഴിഞ്ഞു. അവന് നരകത്തിലേക്കാണോ, ജന്നത്തിലേക്കാണോ, ജഹന്നത്തിലേക്കാണോ, നന്മയുള്ളവനാണോ, തിന്മയുള്ളവനാണോ, അവൻ എത്ര കാലം ജീവിക്കും, ഇതെല്ലാം എഴുതപ്പെട്ട് കഴിഞ്ഞു. അവൻ പിന്നെ ഒരു വെറും അടിമയാണ്. അവൻ്റെ വിധിക്ക് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവനാണ്. നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിനേക്കാളും മേലെ, മുഹമ്മദിനേക്കാളും മേലെ ഒരു ഇത് കൊണ്ടുവരുന്നത്, അഭിപ്രായം കൊണ്ടുവരുന്നത്? വിവരിച്ചു തന്നത് അദ്ദേഹമല്ലേ ഹദീസിലൂടെ. അതിന് മേലെ അങ്ങനെ അല്ല എന്ന് പറയുന്ന നിങ്ങൾക്ക് ഏത് തഫ്സീർ വെച്ച്, ഏത് ഹദീസ് വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്? വഴിപിഴപ്പിക്കുന്നവൻ വഴിപിഴപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ അവരെ നേർവഴിയിലാക്കാൻ നിനക്കാവില്ല എന്ന് മുഹമ്മദിനോടാണ് നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെയാണോ നിങ്ങള്? ജാമിദ ടീച്ചർ പറഞ്ഞോളൂ, തുടർന്ന്. ഇവിടെ അള്ളാഹു തആല ആദ്യമേ പറഞ്ഞു, അക്രമികാരെയും ഫാസിഖീങ്ങളെയും ഞാൻ നേർവഴിയിലാക്കുകയില്ല എന്ന്. പിന്നെ ആക്കിയതാരാണ്? ഒരാളെ അക്രമിയാണെന്ന് അവന്റെ അമ്മയുടെ ഗർഭത്തിൽ ഇട്ടുമ്പോൾ എഴുതി വെച്ചിരിക്കല്ലേ ഇവൻ അക്രമിയാകുമെന്ന്. പിന്നെ അവൻ എന്ത് ചാൻസ് ഉള്ളത്? ഖുർആൻ പറഞ്ഞത് അവന് 2 വഴി ഞാൻ കാണിച്ചു തരുന്നു. അതായത് മനുഷ്യന്റെ നിങ്ങൾ നുണ പറയാണ്, നിങ്ങൾ നുണ പറയുകയാണ്. അങ്ങനെ അല്ല, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കൂ, സത്യം പറയൂ. നിങ്ങൾ മുഹമ്മദ് പറഞ്ഞത് പറയൂ, നുണ പറയില്ല. ഖുർആനിലുള്ളതാണ് 2 വഴികൾ ഞാൻ കാണിച്ചു. സാബു ഒരു മിനിറ്റ് ഒന്ന് സമാധാനമായിട്ടൊന്ന് ചിന്തിക്കുക. സാബു, എന്റെ പോയിന്റുകളെ ഒബ്ജക്റ്റ് ചെയ്യുക എന്നതിലുപരി, നിങ്ങളുടെ പോയിന്റുകളെ ഞാൻ ഒബ്ജക്റ്റ് ചെയ്യുക എന്നതിലുപരി ഞാൻ വന്നിരിക്കുന്നത് നിഷ്കളങ്കമായിട്ടുള്ള മനസ്സോടെയാണ്. നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്താൽ, എന്നെ മാത്രമല്ലല്ലോ ഇത്രയും ആളുകൾക്കും കൺവിൻസ്ഡ് ആകണ്ടേ. അപ്പൊ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പ്രഡിക്ഷനുമില്ല, പ്രീ പ്രഡിക്ഷൻ ഒന്നുമില്ലാതെ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യനെ മാതാവിന്റെ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ തന്നെ അയാൾ സാക്കിർ നായിക് ആയിരിക്കണോ, ഇബ്ലീസ് ആയിരിക്കണോ, ജാമിദ ആയിരിക്കണോ, എം അക്ബർ ആയിരിക്കണോ എന്നവന്റെ മൂർധാവിൽ തന്നെ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനനുസരിച്ചിട്ടാണ് പിന്നീട് അവൻ അങ്ങോട്ട് പ്രവർത്തിക്കുക. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധി തെറ്റിപ്പോകും. 3 വിധിയാണ് ഒരു മനുഷ്യൻ അള്ളാഹു വെച്ചിരിക്കുന്നത്. ഒന്ന്, ഗർഭാശയത്തിനകത്തെ ഒരു ലൈഫിനെ കുറിച്ചിട്ട് അള്ളാഹു പറയുന്നുണ്ട്. 2, ഈ ലോകത്തെ ജീവിതം. 3, ബർസഖിയായ ജീവിതം, ഖബർ. പിന്നെ പാരത്രിക ജീവിതവും കൊണ്ടിരിക്കട്ടെ. ഇങ്ങനെ ഒരുപാട് ജീവിതങ്ങളെ തട്ടായിട്ടാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നേരത്തെ തന്നെ അള്ളാഹു പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞ സംഗതിയാണ്. ഞാൻ 100 പേരെ കൊല്ലണോ വേണ്ടയോ എന്ന് നേരത്തെ അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുവാണ്. നിങ്ങൾ പറയുന്നു അള്ളാഹു ദുർമാർഗിയെ, അതായത് അള്ളാഹു വഴി പിഴപ്പിച്ചവനെ
ലൊലാലത്തിലാക്കിയ ഒരാളെ, അള്ളാഹു തെമ്മാടിയാക്കിയ ഒരാളെ, ഫാസിക്കാക്കിയ ഒരാളെ, അള്ളാഹു അക്രമിയാക്കിയ അലാലിമാക്കിയ ഒരാളെ ഒരിക്കലും സന്മാർഗത്തിലാക്കില്ല. ഇതാക്കിയത് ആരാണെന്നറിയാമോ? അള്ളാഹു ആണ്. നിങ്ങൾ ഖുർആൻ ആയത്തിന്റെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്താണ്. നിങ്ങൾ പറഞ്ഞല്ലോ അല്ലാഹു ലാ യഹ്ദി മിൻ യദ്ദില്ലു. ഞാൻ വേർഡ് ബൈ വേർഡാ പറഞ്ഞത്. ഞാൻ വേർഡ് ബൈ വേർഡാ പറഞ്ഞത്. ഞാൻ ഒരു ഒറ്റ അർത്ഥമായിട്ടല്ല പറഞ്ഞത്, ഒറ്റ വാക്കായിട്ട് തന്നെയാണ് ഞാൻ അർത്ഥം പറഞ്ഞത് സുഹൃത്തെ. ഓരോ വാക്ക് വേർഡ് ബൈ വേർഡ് മീനിങ് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു ലാ യഹ്ദി, അള്ളാഹു നേർവഴിയിലാക്കുള്ള. മിൻ യദ്ദില്ലു അക്ഷരം തെറ്റിപ്പോയി, അക്ഷരം തെറ്റിപ്പോയി. അറബി പഠിച്ചിട്ടേ പറയാവൂ. മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നാണ് അർത്ഥം. നിങ്ങൾ അർത്ഥം വെക്കോ? മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്, അത് ജെറിന്റെ ഹർഫാണ്. മിൻ അല്ല മൻ. അതായത് വഅലല്ലാഹി, അല്ലാഹുവിലുള്ളതാണ്, അല്ലാഹുവിലേക്കുള്ളതാണ്. ഖസ്ദുസ്സബീൽ, മാർഗത്തിന്റെ ബാധ്യത. വമിൻഹ, അതിലുണ്ടാവുകയും ചെയ്യും. ജാഇറുൻ, പിഴച്ച മാർഗങ്ങൾ. വലൗ, ആയിരുന്നെങ്കിൽ. ഷാ, ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. ല, ആക്കുമായിരുന്നു. ല എന്ന് പറഞ്ഞാൽ തീർത്തും എന്നുള്ള അർത്ഥമാണ്. ഹദാക്കും, സന്മാർഗത്തിലാക്കുമായിരുന്നു. അജ്മഈൻ, മുഴുവൻ ആളുകളെയും. അള്ളാഹുവിന്റെ ബാധ്യതയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് സന്മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നത്. പക്ഷേ അള്ളാഹു കൊടുത്ത മാർഗത്തിൽ പിഴച്ച മാർഗവുമുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും അള്ളാഹു സന്മാർഗത്തിലാക്കുമായിരുന്നു. 16-ാം അധ്യായം സൂറത്തിൻ നഹ്ല് 9-ാമത്തെ വചനം. ഇതേപോലെ തന്നെ വേർഡ് ബൈ വേർഡ് ആയിട്ട് മീനിങ് വെച്ച് ഒരു ബ്രാക്കറ്റും ഇല്ലാതെ, നിങ്ങളുടേതായിട്ട് ഒരു വ്യാഖ്യാനവും ഇല്ലാതെ നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്യണം ഖുർആൻ വചനം വെച്ചിട്ട്. അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്നെങ്കിൽ ലോകത്തിൽ എല്ലാവരും തന്നെ നേർവഴിയിലാകുമായിരുന്നു. കാരണം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പക്ഷെ അള്ളാഹു അത് ഉദ്ദേശിക്കാത്തതിന് കാരണം അള്ളാഹു വ്യക്തമാക്കി, അവര് ഫാസ്റ്റിക് ആയതുകൊണ്ടാണ് ഞാൻ നേർവഴിയിലാക്കാത്തത്. അത്ര ഉള്ളത്. എന്റെ പൊന്നു മോഡറേറ്ററെ, ഇയാളുടെ തലയിൽ ഇനി എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? എന്റെ സുഹൃത്തെ, ഞാൻ എന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസവും 10 ദിവസവുമായപ്പോൾ അള്ളാഹു രേഖപ്പെടുത്തിയതാ. അള്ളാഹു രേഖപ്പെടുത്തിയതാ. യഹിയ സിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ഗോവിന്ദചാമിയുടെയും ഒക്കെ തലച്ചോറിലേക്ക് അള്ളാഹു അമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചു തന്നെ എഴുതി രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നാ ഹദീസുകൾ പറയുന്നത്. ഖുർആൻ പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലേ സന്മാർഗത്തിലാകത്തുള്ളൂ എന്നാ. അതൊക്കെ 300 വർഷങ്ങൾക്ക് ശേഷം കിതാബിൽ എഴുതി വെച്ച. അപ്പോൾ ഹദീസുകൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണോ? അതെ, നിങ്ങളുടെ ആശയം പറഞ്ഞാൽ നമുക്ക് ഡിബേറ്റിന് കുറച്ചുകൂടി എളുപ്പമാകും. എന്താണ് ഹദീസ് വേണ്ട അല്ലേ? ആ ഹദീസ് 400 വർഷങ്ങൾക്ക് ശേഷം കിതാബിൽ എഴുതപ്പെട്ട ഹദീസ്. 200. ഞാൻ പറഞ്ഞു ഖുർആനിൽ ഞാൻ കാണിച്ചു കൊടുത്തു. ഹദീസ് വേണ്ടല്ലോ, ഇപ്പോഴല്ലേ നമുക്കൊരു ക്ലാരിറ്റി വരിക ഡിബേറ്റിന്. ഖുർആനെതിരായിട്ട് വരും അതല്ല. അയ്യോ, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിനകത്ത് 12 ബിസ്ക്കറ്റ് ഉണ്ടാകും, അതിന് ഒരെണ്ണത്തിനകത്ത് വിഷമുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതെല്ലാം ഒഴിവാക്കും. നിങ്ങൾ ഏത് ഹദീസാണ് സ്വീകരിക്കുന്നതെന്ന് അറിഞ്ഞെങ്കിലല്ലേ നിങ്ങളുമായിട്ട് ഡിബേറ്റിന് മുന്നോട്ട് പോകാൻ പറ്റൂ. ഖുർആനിൽ നിങ്ങൾക്ക് ഫാസിഖീങ്ങളെയും അക്രമകാരെയും മാത്രമേ അള്ളാഹു വഴി പേപ്പിക്കുള്ളൂ. അള്ളാഹു വ്യക്തമായി പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ എത്ര കാലം ഇരുന്നാൽ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ സാധിക്കും. അതല്ല, ഞാൻ പറഞ്ഞ വചനം നിങ്ങൾ എടുക്കൂ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും സന്മാർഗത്തിലാക്കുമായിരുന്നു എന്ന് പറഞ്ഞത് ആ ഫാസിക്കിനെയും ലാലിമിനെയും ഉണ്ടാക്കിയത് അള്ളാഹു ആണെന്നാ. ജാമിദ ടീച്ചറെയും അള്ളാഹു ഉദ്ദേശിച്ച നേർവഴിയിലാക്കും. പക്ഷെ ജാമിദ ടീച്ചർക്ക് അക്രമക്കാരിയാവാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ അള്ളാഹു തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ജാമിദ ടീച്ചർ നേർവഴിയിലാക്കും. അപ്പൊ അള്ളാഹുവിനെക്കാട്ടി കഴിവ് എനിക്കുണ്ട് എന്നല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു വന്നത്? ഇപ്പൊ ശരിയായി. സൂപ്പർ. അള്ളാഹു നിങ്ങൾക്ക് ഓപ്ഷൻ തന്നതാണ്. നിങ്ങൾക്ക് നന്ദിയുള്ളവനാകാം, എനിക്ക് നന്ദി കെട്ടവനാകാം. അല്ല, എന്നെ നന്ദിയുള്ളവനാകണമെങ്കിലും നന്ദി കെട്ടവനാകണമെങ്കിലും അള്ളാഹു അല്ലേ അതിന്റെ അതോറിറ്റി. സുഹൃത്തെ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അത് നിങ്ങൾ ഇതിന് അങ്ങനെ ചിന്തിക്കണം. ഖുർആൻ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റേതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നതെല്ലാം നിങ്ങളുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. മോഡറേറ്ററെ ഒന്ന് ഇടപെടൂ. ഒരു സെക്കൻഡ് ഇടയ്ക്ക് കയറുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ രണ്ടുകൂടെ സംസാരിച്ചാൽ ഓവർലാപ്പ് ആവുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഒരാൾ സംസാരിച്ചതിന് ശേഷമേ സാബു മൈക്ക് എടുക്കാവൂ.
സഹകരിക്കുക. എന്റെ പൊന്നാര മോഡറേറ്റർമാരെ, വിവരമുള്ളവരാണ് എന്റെ മോഡറേറ്റേഴ്സ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്നും എനിക്കറിയാം. ഇദ്ദേഹത്തോട് ഇനി ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഫാസിക്ക് എന്ന് പറഞ്ഞാൽ മലയാളം പറയണം കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മലയാളം അറിയുന്ന ആളുകളാണ്. ഫാസിക്ക് എന്ന് പറഞ്ഞാൽ തെമ്മാടി എന്നാണ് അർത്ഥം. ഒരാളെ തെമ്മാടിയാക്കുന്നതും ഒരാളെ അക്രമകാരിയാക്കുന്നതും അള്ളാഹുവിൻ നേരത്തെ തന്നെ വിധിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ് ഇസ്ലാമിക വിശ്വാസം. ഇനി അതല്ല, അയാളെ നേരാക്കുവാണെങ്കിൽ അള്ളാഹുവിന്റെ വിധി തെറ്റിപ്പോകും. അതുകൊണ്ട് ഗോവിന്ദച്ചാമി അങ്ങനെ ആകണം, അതല്ലെങ്കിൽ നമ്മുടെ സയനൈഡ് ജോളി ഇങ്ങനെ ആകണം, അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നാണ് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സമർത്ഥിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹം പറയുന്നു അക്രമകാരിയെ അള്ളാഹു നേർവഴിയിലാക്കത്തില്ല. ചോദിച്ചോട്ടെ ടീച്ചറെ ഒരു കാര്യം, ഒരു ആയത്തില്ല, അതായത് മുഹമ്മദിനോട് പറയുന്നുണ്ട് ഞാൻ വഴികേടിലാക്കിയ ആളെ നീ നന്നാക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു ആയത്തില്ല. ആ വചനം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അത് ഞാൻ പറഞ്ഞു. അതായത് ഇൻ തഹരിസ് അലാ ഹുദാഹും നബിയെ, നീ ആഗ്രഹിക്കുകയാണോ ഞാൻ ദുർമാർഗത്തിലാക്കിയവനെ സന്മാർഗത്തിലാക്കാൻ? നീ എത്ര ആഗ്രഹിച്ചാലും അത് നടക്കില്ല സുഹൃത്തെ. 16-ാം അധ്യായം 37-ാമത്തെ വചനം. ഞാൻ പറഞ്ഞതെല്ലാം ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാ. പക്ഷെ അദ്ദേഹം എന്നെ ഒബ്ജക്ട് ചെയ്യുമ്പോൾ ഒരു ഖുർആൻ വചനവും പറയുന്നില്ല. അല്ല, അവിടെ 17:37 ഉള്ളത് സ്വയം വൈപിയച്ചവൻ അള്ളാഹു നേർവയിലാക്കൂല എന്നാണ്. ഇവര് ആ സ്വയം എന്നുള്ള പദം ഒന്ന് പറയൂ. ആ സ്വയം എന്നുള്ള പദം ഒന്ന് പറഞ്ഞു തരൂ. ഞാൻ കൃത്യമായിട്ട് ഓരോ പദം വെച്ചിട്ടല്ലേ മറുപടി പറഞ്ഞത് അല്ലേ? ടീച്ചറെ ഒരു കാര്യം ഒന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് ഈ പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും തമ്മിലുള്ള കളിയിട്ടാണ് ഇദ്ദേഹം കളിക്കുന്നത്. എങ്ങനെയാണ്? അവിടെ ടീച്ചർ പറഞ്ഞതുപോലെയാണ് ഞങ്ങളും വായിച്ചിരിക്കുന്നത്. വഴി പിഴപ്പിക്കപ്പെട്ടു, പാസീവ് അവിടെ. ആക്റ്റീവ് വോയിസിൽ വഴി പിഴച്ചു എന്ന് അവിടെ ഇല്ല. ഇത് നിങ്ങളുടെ കളിയാണ് എന്റെ പൊന്നു സുഹൃത്ത്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ? അങ്ങനെ എടുത്താലാണ് ഇതിനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ആക്റ്റീവ് പാസീവ് വോയിസിന്റെ കളിയല്ല. സ്വയം വഴി പിഴച്ചു എന്ന് അവിടെ ഒരു വാക്കേ ഇല്ല ഞാൻ കണ്ടെടുത്തോളം. അതുണ്ടെങ്കിൽ സ്വയം എന്നുള്ളതിന്റെ വാക്ക് പറഞ്ഞു തന്നോളൂ ഞങ്ങൾക്കും വേണ്ടിയിട്ട്. ടീച്ചർ ചോദിച്ചല്ലോ. അല്ല, നിങ്ങൾ പറഞ്ഞതിന് അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു നേർവയിലാക്കുകയില്ല, അള്ളാഹു വൈപിയച്ചവനെ, അങ്ങനെ എങ്ങനെ ഒരു ഗ്രാമറിൽ വരുമോ? സുഹൃത്തെ, ഞങ്ങൾ അർത്ഥം കൊടുത്തിട്ടില്ല. ഖുർആനിന്റെ അർത്ഥം കൊടുക്കാൻ നമ്മൾ ആരാ? ഖുർആനിന്റെ അർത്ഥം കൊടുത്ത മുഫസ്സിറുകളെ അർത്ഥമാ ഞാൻ എടുത്തത്. അമാനി മൗലവിയുടെ തഫ്സീറിന്റെ കയ്യിൽ 9 തഫ്സീറുകളുണ്ട്. അല്ല, അത് വിട്ടേരെ. ചേകനൂർ മൗലവിയുടെ ആള് ആര്? നമ്മള് അതൊന്നും എടുക്കരുത്. ഞാൻ ചേകനൂർ മൗലവിയുടെ ആളാണോ അവരുടെ ആളാണോ ഇവരുടെ ആളാണോ? എന്റെ കയ്യിൽ 9 ഖുർആൻ തഫ്സീറുകളുണ്ട്. അറബി ഉണ്ട്, ഉറുദു ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളത്തിൻ്റെത് മാത്രം 6 എണ്ണം ഉണ്ട്. ഏത് തഫ്സീർ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ വചനത്തെ വായിച്ചെടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നീ എത്ര ആഗ്രഹിച്ചാലും ശരി, അള്ളാഹു വഴികേടിലാക്കുന്നവരെ സന്മാർഗത്തിലാക്കാൻ നിനക്ക് കഴിയില്ല. എന്റെ കൂടെ ഇരിക്കുന്ന എല്ലാ മോഡറേറ്റേഴ്സിന്റെ കയ്യിലും ഖുർആൻ ട്രാൻസ്ലേഷൻസ് ഉണ്ട്, അവരും വായിക്കട്ടെ. ഇത് നിങ്ങൾ അർത്ഥം കൊടുത്തു. ഖുർആനിന്റെ അർത്ഥം കൊടുക്കാൻ ഞാനാരാ ജലാലൈനിയോ? ഞാനാരാ അമാനിയോ? അത്രമാത്രം വിജ്ഞാനമോ വിവരമോ ഒന്നുള്ള ആളല്ല സുഹൃത്തെ ഞാൻ. ഒരു കാര്യം കൂടെ ടീച്ചറെ, ഇത് ഇബിലീസും അള്ളാഹുവും തമ്മിൽ സംസാരം നടക്കുന്നുണ്ട്. ഇബിലീസ് അള്ളാഹുവിനോട് പറയുന്ന ആ 15-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം ഇത് കൂട്ടിച്ചേർത്ത് വായിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ഞാൻ നിന്റെ അടിമകൾക്ക് അവരുടെ സകല ദുഷ്ടപ്രവൃത്തികളും ഛേദോഹരമായി ഞാൻ കാണിക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ ഇബിലീസിനെ വഴികേടിലാക്കിയത് അള്ളാഹു ആണെന്ന് അവിടെ സംബന്ധിച്ച് ഒരു കൊടുക്കല്ലേ അള്ളാഹു? അപ്പൊ ഇതും അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ്. ഇബിലീസിനെ പോലും വഴികേടിലാക്കിയിട്ട് അപ്പൊ ഇബിലീസ് പറയുകയാണ് ഇങ്ങനെ. അപ്പൊ ആ ഭാവം കൂടെ എന്ത് ചേർത്ത് വായിക്കണം? അല്ല, 7-ാം അധ്യായത്തിലെ 16-ൽ അള്ളാഹു പറയുന്നുണ്ട് ഇബിലീസിനെ വഴി പിഴപ്പിച്ചത് അള്ളാഹു ആണെന്ന്. അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ചിട്ട് തന്നെ നേർക്ക് നേരെയാണ് ഇബിലീസ് അത് ചോദിക്കുന്നത്. അള്ളാഹുവേ, നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ. അത് തന്നെയാണ് അതിനകത്തെ മീനിങ്. സാബു പോയോ? ഇല്ല, അദ്ദേഹം ഉണ്ട്. അപ്പം സാബു ഇതിന് മറുപടി പറയൂ. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞു ഒഴിയൂ, ഒരു കുഴപ്പമില്ല. ഇബ്ലീസിനെ വായിപ്പിക്കാനുള്ള കാരണം ഇബ്ലീസ് സുജൂദ് ചെയ്തിട്ടില്ല, അവിടെ ധിക്കാരോടെ കാണിച്ചില്ലേ? അതിന് മറുപടി ഞാൻ പറഞ്ഞു തരാം. 9-ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് 10-ാം ക്ലാസ്സുകാരെ പുറത്താക്കിയത് എന്തിനാ? അത് ഞാൻ പറഞ്ഞുതരാം. ജയ ഒരു സെക്കൻഡ്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇസ്ജുദൂ ലിആദം, മലക്കുകളെ വിളിച്ചിട്ട്
അള്ളാഹു പറഞ്ഞ സന്ദർഭം ഇസ്ജുദൂലി ആദമിന് സുജൂദ് ചെയ്യാൻ. അതിനകത്ത് ഇബ്ലീസിനെ എവിടെ വിളിച്ചു? ഇബ്ലീസിനെ വിളിച്ചെന്ന് ഖുർആനിൽ എവിടെയാ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുക? ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞോ? മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട വിഭാഗവും പിശാജ് തീയിൽ സൃഷ്ടിക്കപ്പെട്ട വിഭാഗവുമാണ്. തീയിൽ സൃഷ്ടിക്കപ്പെട്ട പിശാചുക്കളോട് എവിടെയാ സുജൂദ് ചെയ്യാൻ പറഞ്ഞത്? സ്പെഷ്യൽ ക്ലാസ് വെച്ചത് 9ാം ക്ലാസ്സുകാർക്കാ. 10ാം ക്ലാസ്സുകാരെ പുറത്താക്കിയത് എന്തിനാ? ഒരു നല്ല അനാലജി കേട്ടു. താങ്ക് യു ജാമിദ ടീച്ചറെ. ഒരു മുഹമ്മദ് സാമാന്യ അനാലജി പറയാറില്ല. അതൊരു ചോദ്യമാണല്ലോ സാബു. 9ാം ക്ലാസ്സുകാരെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് 10ാം ക്ലാസ്സുകാരെ പുറത്താക്കിയത്, ക്ലാസ് കാണാത്തവരെ പുറത്താക്കിയത് എന്തൊരു ലോജിക്കാ സാബു? അത് ഒരു മഹാ അനീതിയില്ലേ കാണിച്ചത്? ഈ എന്ത് ഈ 9ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചു, അതിന് 10ാം ക്ലാസ്സുകാർ ആ ക്ലാസ്സിൽ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സുകാരെ പുറത്താക്കി എന്ന് പറഞ്ഞാല് അതിന് ഉസ്താദ് വേറെ പറഞ്ഞ്, ഇൻസ്പെക്ടർ വന്നെന്ന് ക്ലാസ് റൂമിൽ എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞു. ഒരു നാട്ടുകാരൻ ക്ലാസ്സിൽ എണ്ണം തേക്കാൻ വേണ്ടി, ഡിവിഷൻ പോകാതിരിക്കാൻ വേണ്ടി എണ്ണം തേക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയിരുന്നു. അയാൾ ഇറങ്ങിപ്പോയില്ല. സാബു, ഞാൻ മറുപടി പ്രതീക്ഷിച്ച് കാത്തിരിക്കുവാണ്. മറുപടി ഉണ്ട് സുഹൃത്തെ, എനിക്ക് അല്ലെങ്കിൽ പോകാൻ ധൃതിയുണ്ട്. ഇബ്ലീസ് ആദ്യം തന്നെ ആദമിനെ സുജൂദ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അവിടെ പിന്നെ വൈപ്പിച്ചത്. അതിന് ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ വചനം എവിടെ? ആദമിനെ നിങ്ങൾ പ്രണമിക്കുക, ഇബ്ലീസ് ഒഴികെ അവിടെ പറയുന്നുണ്ടല്ലോ. അതിന് ഇബ്ലീസിനെ വിളിച്ചിട്ടില്ലല്ലോ. വൈദ ഖാല റബ്ബുക ലിൽ മലായികതി, മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അതിൽ ഇബ്ലീസ് അല്ല. അതിന് തെളിവെവിടെ? അതല്ല, ആദമിനെ എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ല, ഇബ്ലീസ് എന്നോട് പറഞ്ഞിട്ടില്ല ജാമിദ ടീച്ചറെ. അതല്ല, ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് എവിടെ? വേണ്ട, ഇബ്ലീസു മലക്കാണ് എന്ന് തെളിയിക്ക് സുഹൃത്തെ. ഇബ്ലീസു മലക്കാണ് എന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഒന്ന് തെളിയിക്കേ. അതാണല്ലോ പടച്ചവന്റെ ഗ്രാമർ മിസ്റ്റേക്കും പടച്ചവന്റെ പിഴച്ച വർത്തമാനവും. അതുകൊണ്ടാണല്ലോ അംഗീകരിക്കാൻ പറ്റാത്തത്. എന്റെ സുഹൃത്തെ, ഗ്രാമർ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് എനിക്കറിയാം. നിങ്ങൾ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഉരുണ്ട് കളിക്കുവാണ്. മലക്കുകൾ എന്ന വിഭാഗത്തിൽ പിശാചില്ല. ഖുർആനിൽ നിന്ന് നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റില്ല. പിശാജ് ആരാണ് എന്ന് ഖുർആനിൽ നിന്നും വേറെ വചനങ്ങൾ വെച്ചിട്ട് ഞാൻ തെളിയിച്ചു തരാം. തീയിൽ സൃഷ്ടിച്ചവനാണ്. അത് ജിന്ന് വിഭാഗത്തിൽപ്പെട്ടവനാണ് പിശാജ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്, മലക്കിൽപ്പെട്ടവനല്ല. പിന്നെ എന്തിന് ഇബ്ലീസിനെ പുറത്താക്കി? ഇബ്ലീസിനെ സൃഷ്ടിച്ചിട്ട് ആദ്യം പറഞ്ഞത് എനിക്കല്ലാതെ സാഷ്ടാംഗം ചെയ്യരുത് എന്നല്ലേ? ഇബ്ലീസിനോട് ആദമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുമില്ലല്ലോ. അവിടെ ഇല്ല ഇബ്ലീസ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ട് ഇബ്ലീസ് ഒഴികെ എല്ലാവരും അതാണ്. ഇബ്ലീസിനോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇബ്ലീസ് ചെയ്തില്ല. ഇബ്ലീസ് മാത്രമേ അവിടെ മലക്കുകൾ അല്ലാതെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനല്ല, അതെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇബ്ലീസ് പ്രണമിക്കാത്തത് കൊണ്ടാണ് ഇബ്ലീസിനെ പുറത്താക്കപ്പെട്ടത്. ഖുർആനിന് സെൽഫായിട്ട് വ്യാഖ്യാനം നൽകാൻ നിങ്ങൾ ആരാ? ഖുർആനിന് സ്വന്തമായിട്ട് വ്യാഖ്യാനം നൽകാൻ നിങ്ങൾ ആരാ? നിങ്ങൾ ഖുർആൻ മുഫസ്സിറാണോ? ഖുർആൻ വ്യാഖ്യാതാവാണോ? ഖുർആൻ വിവർത്തകനാണോ? നിങ്ങളൊരു സീബവൈഹിയാണോ? നിങ്ങളൊരു സീബവൈഹിയാണോ? ഒരു ഗ്രമേറിയനാണോ? ഖുർആൻ വിവർത്തകനാണോ? ഖുർആനിന്റെ പരിഭാഷകനാണോ? അതിന് ആ വചനത്തിലില്ലാത്ത അർത്ഥം നിങ്ങൾ എങ്ങനെ പറയും? ആ വചനത്തിലില്ലാത്ത ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ എല്ലാവർക്കും പറ്റില്ല. ആരാ ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടത്? ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടത് ഖുർആൻ ആർക്കാ ഇറങ്ങിയത്? പ്രവാചകരെ താങ്കൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. അതിനെ വ്യാഖ്യാനിക്കേണ്ടത് നബിയാണ്, നിങ്ങളോ ഞാനോ അല്ല. ഈ വചനത്തിനകത്തുള്ള അർത്ഥം വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇബ്ലീസ് മലക്കാണോ? നിങ്ങൾ പറഞ്ഞു ഇബ്ലീസ് മലക്കാണെന്ന്. ഞാൻ പറഞ്ഞു ഇബ്ലീസ് മലക്കല്ലാന്ന്. ഇബ്ലീസ് സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണ് പുറത്താക്കിയത് എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചിട്ടില്ല എന്ന്. അതിന് മറുപടി പറയൂ. അവിടെ മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം അള്ളാഹു വ്യക്തമായി പറഞ്ഞാണ് ഇബ്ലീസ് സുജൂദ് ചെയ്തിട്ടില്ല എന്ന്. ഇബ്ലീസിനോട് ചെയ്യാൻ പറഞ്ഞില്ല. അത് നിങ്ങൾക്ക് എന്തിനാ ഇബ്ലീസിനോട് പറയാ? അല്ലെങ്കിൽ അവിടെ പുറത്താക്കൂലല്ലോ. ഇബ്ലീസിനോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് അള്ളാഹുവിന്റെ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അള്ളാഹു ചെയ്തത്, അള്ളാഹു എന്ന ക്ലാസ്സിലെ ടീച്ചർ ചെയ്തത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്.
അള്ളാഹു അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇബ്ലീസിനെ എങ്ങനെ പുറത്താക്കും? ഇബ്ലീസിനോട് പറഞ്ഞോ? മലക്കുകളോട് പറഞ്ഞ സന്ദർഭത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്. മലക്കുകളിൽ പെട്ടതാണോ ഇബ്ലീസ്? എന്റെ സുഹൃത്തെ, അല്ല, എനിക്ക് നിങ്ങൾക്ക് പദം ഉപയോഗിച്ച് അങ്ങോട്ടും അല്ല, ഇങ്ങോട്ടും അത് പറ്റില്ല. അപ്പൊ എന്റെ സുഹൃത്തെ, എനിക്ക് 4 മക്കളുണ്ട്. 4 മക്കളില് മൂത്ത ആളിതാ എഞ്ചിനീയറിംഗിന് ഗ്രാജുവേറ്റ് ആയിട്ട് വന്ന് ഇവിടെ നിപ്പുണ്ട്. ഞാൻ അവനോട് പറയാണ്, മോനെ കാർ എടുത്തിട്ട് പുറത്ത് പോയിട്ട് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്, വാങ്ങിച്ചിട്ട് വായോ. നോക്കുമ്പോൾ ഒരു ചെറിയവൻ ഇവിടെ ഉണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ. അവൻ പോയില്ല. ഞാൻ അവനെ എടുത്ത് പൊതിരെ തള്ളിയിട്ട് എന്താടാ പോകാത്തത് എന്ന് പറഞ്ഞാൽ അവൻ ചോദിക്കില്ല, ഉമ്മക്ക് തലയ്ക്ക് സുഖമില്ല, ഉമ്മച്ചേൻ എന്നോട് പറഞ്ഞോ പോകാൻ? ഇക്കച്ചിയോടല്ലേ പോകാൻ പറഞ്ഞത്? ഇതാ ഇവിടുത്തെ സിമ്പിൾ. എനിക്ക് മോഡറേറ്റർ ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും സാബു, ഒന്നുകിൽ നമ്മുടെ ഈ പറഞ്ഞ കക്ഷിക്ക് ശ്രീമാൻ അള്ളാഹുവിന് അത്രയും അങ്ങോട്ട് പോരാ, ഭാഷാ വൈദഗ്ധ്യമില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനും അത്രയും അങ്ങോട്ട് പോരാ. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഭാഷ മാത്രമല്ല, ഒരു ഹ്യൂമാനിറ്റി ഇല്ല. അല്ല, പടച്ചോന് ഒരു നൈതികതയില്ല, ഒരു യുക്തിബോധമില്ല. സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് മനുഷ്യനിൽ, അതല്ലെങ്കിൽ നമ്മൾ മനുഷ്യരായിട്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു ബുദ്ധിയോ യുക്തിയോ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട്. ഇപ്പൊ വണ്ടി ഓടിക്കുന്നവർക്കറിയാം, പെട്ടെന്ന് എപ്പോഴാണ് നമ്മൾ വണ്ടി, ഒരാൾ വന്ന് കുറുക്കി ചാടുന്നു, അല്ലെങ്കിൽ ഒരു പട്ടി, അതല്ലെങ്കിൽ ഒരു വണ്ടി പെട്ടെന്ന് നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഒരു സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. സാന്ദർഭികമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഈ സൃഷ്ടാവിന് കഴിഞ്ഞിട്ടില്ല. ഒന്ന്, വാക്ക് പറഞ്ഞാൽ ഒരു 5 പാലിക്കാത്ത ഒരാളാണ്. ഒരു സത്യസന്ധതയുമില്ല. തന്നെയുമല്ല, ഒരു നീതിബോധം വേണ്ടേ? പാവം ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറയാതെ കടക്കടാ പുറത്ത് നിന്ന്. അതോ പറയുന്നത് എങ്ങനാ? ഇറങ്ങടാ പുറത്ത് എന്നാ പറഞ്ഞേ. ഇറങ്ങടാ പുറത്ത്. അങ്ങനെ പറഞ്ഞ ടീച്ചറെ, അതെ, അവാർഡായിപ്പോയി. ഇറങ്ങടാ പുറത്ത് നിന്ന്. നമ്മുടെ മക്കളാണെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്യില്ല. കാരണം എന്താ? അവർക്ക് നൈതികതയുണ്ട്. ഇപ്പൊ എനിക്ക് 4 മക്കള്, 4 ഗ്ലാസ്സിൽ ചായ ഒഴിച്ചു വെക്കും. ഒരേപോലത്തെ ഗ്ലാസ് അല്ലെങ്കിൽ അവര് 4 പേരും എടുക്കത്തില്ല, അവര് മാറി നിൽക്കും. കാരണം എന്താ? അവരെ ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് നീതിബോധം എന്ന്. അതുപോലെ വസ്ത്രങ്ങൾ എടുക്കാൻ പോകുന്നെങ്കിൽ 4 പേർക്കും ഓരോ പൈസ കൊടുക്കുക. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ളത് അവരെടുക്കുക. അപ്പൊ 5000 രൂപ മൂത്തവനോട് കൊടുത്തിട്ട് മോനെ എല്ലാവരും കൂടി ഇപ്പൊ തുണി എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ അതെന്താ ഞങ്ങൾക്ക് അങ്ങനെയെന്ന് ചോദിക്കും. കാരണം അവരിലൊരു നീതിബോധം ഞാൻ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറയാതെ ആ പാവപ്പെട്ട ഇബ്ലീസിനെ പുറത്താക്കിയിട്ട് ഈ 1400 കൊല്ലങ്ങളായിട്ട് ഇവരൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കുന്നത് ഇവരും ഇവരുടെ വീടുകളിൽ ഇതേ നീതിബോധം തന്നെയായിരിക്കും പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഇവർക്കിത് ശരിയാണെന്ന് തോന്നുന്നത്. എനിക്കിത് ശരിയല്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇബ്ലീസിനോട് പറയണം, ഇബ്ലീസ് അത് ചെയ്യണമെങ്കിൽ ഇബ്ലീസിനോട് അത് പറഞ്ഞിട്ടില്ല, ഇബ്ലീസ് അത് ചെയ്തിട്ടില്ല. എന്നിട്ട് അയാളെ പുറത്താക്കിയിട്ട് ഈ ആൾ എന്തൊക്കെയാണ് സാബു പറയുന്നത്? ഇബ്ലീസ് മലക്കാണെന്ന് പറഞ്ഞു. ഇബ്ലീസിനെ അള്ളാഹു പുറത്താക്കിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല. സാബു പ്ലീസ് ഉത്തരവുണ്ടെങ്കിൽ പറയൂ, എന്റെ വിലപ്പെട്ട സമയം എനിക്ക് നഷ്ടപ്പെടുന്നു. സാബു മൈക്കെടുത്ത് പറയൂ. അതല്ല, നിങ്ങൾക്ക് പദം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇബ്ലീസിനോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയാം. അവിടെ ഇബ്ലീസിനോട് വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ടാണ് ഇബ്ലീസ് ഒഴികെ അവിടെ സുജൂദ് ചെയ്യാത്തത്. സാബു, ഇത് അങ്ങാടിയിലെ ഒരു ചേരി സംഭാഷണമല്ല. സാബു ഇത് അങ്ങാടിയിലെ ഒരു ചേരി സംഭാഷണമല്ല. സുഹൃത്തുക്കൾ പരസ്പരം സൊറ പറഞ്ഞിരിക്കുമ്പോഴുള്ള തമാശവാചകമല്ല. ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഉദ്ബോധനമായി, ദിക്റായി, അവരെ എങ്ങനെ ജീവിക്കണമെന്ന മാർഗദർശനമായി സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നിറങ്ങിയ ഒരു ഗ്രന്ഥമാകുമ്പോൾ, അള്ളാഹുവിൽ നിന്നിറങ്ങിയ ഒരു വെളിപാടാകുമ്പോൾ അത് കുറ്റമറ്റതായിരിക്കണം, അന്യൂനമായിരിക്കണം, നീതിബോധമുണ്ടാകണം, യുക്തിബോധമുണ്ടാകണം, കാലാനുസൃതമാകണം, വായനക്കാരന് കാര്യം ബോധ്യപ്പെടുകയും ചെയ്യണം. ഒരു പറയോ നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. സാബു അവിടെ ഉണ്ട്. പക്ഷെ സാബു ക്ലെയിം ചെയ്യുന്നത് അവിടെ ഇബ്ലീസിനോട് പറഞ്ഞു എന്നാണ്. പക്ഷെ ഖുറാനിൽ ഒരിടത്തും പറയുന്നില്ല. എടാ ഇബ്ലീസ് എന്നും പറഞ്ഞ അവിടെ പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇബ്ലീസ് എന്തുകൊണ്ടാണ് സുജൂദ് ചെയ്യാതിരുന്നത്? ഇബ്ലീസിനോട് പറയാത്തതുകൊണ്ട്, ഇബ്ലീസിന്റെ കൽപ്പന ഇല്ലാത്തതുകൊണ്ട്, ഇബ്ലീസിനോട് പറയാത്തതുകൊണ്ട്, അതുകൊണ്ടല്ല. ഇബ്ലീസ് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിനെ ഇബ്ലീസിനെ അനുസരിക്കാൻ പ്രയാസം. അല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ല ഈ പടച്ചോന്റെ കിതാബില് പടച്ചോൻ പറയാത്തത് പറയാൻ നിങ്ങൾ വേണോ?
പടച്ചോൻ പോലും പ്രതീക്ഷിക്കാത്ത കാര്യത്തെക്കുറിച്ച് ന്യായീകരിക്കാൻ നിങ്ങൾ ആരാ? അത് പറയേണ്ടത് പടച്ചോനല്ലേ? പടച്ചോന്റെ കിതാബ് വെച്ചിട്ട് അതിനെ ന്യായീകരിച്ച പടച്ചോൻ അങ്ങനെയാണ്, പടച്ചോൻ ഇങ്ങനെയാണ്, പടച്ചോൻ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുക എന്ന് പറയാൻ നിങ്ങൾ ആരാ? ഞാൻ ഒന്നുകൂടി വായിച്ചുതരാം. വൈദ് കുൽനാലിൽ മലായികത്തി ഇസ്ജുദൂ ലിആദം ഫസ്ജുദൂ ഇല്ലാ ഇബ്ലീസ ഇബ്ലീസ് ഒഴികെ. വചനം തെറ്റിച്ചാണ് വായിച്ചത്, കൃത്യമായിട്ട് വായിക്കണം. തെറ്റാണ്. വൈദ് കുൽന ലിൽ മലായികത്തി ഇസ്ജുദൂ ആദം, അള്ളാഹു മലക്കുകളോട് പറഞ്ഞ തെറ്റാണ്, 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 തെറ്റാണ് വായിച്ചത്. നോക്കി വായിക്കൂ. വേണ്ട, മലയാളം വായിക്കൂ, അറബി വായിക്കണ്ട, മലയാളം വായിക്കൂ. ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അവർ പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളിൽ പെട്ടവനായിരിക്കുന്നു. ശരി, പറയൂ. ഇത് നിങ്ങളുടെ സമയമാണ്, നിങ്ങൾ പറയൂ. അതെ, അവൻ അഹങ്കാരം എന്ന് പറയുന്നുണ്ടല്ലോ. ഗുഹ എന്ന ചാപ്റ്ററിന്റെ 50-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഇവൻ ജിന്നാണെന്ന്. ഇപ്പൊ ജിന്നല്ലേ മലക്കുകളോട് പറഞ്ഞ സന്ദർഭത്തിൽ ജിന്ന് എന്തിനാ വഴങ്ങണത്? അഹങ്കാരം നടിച്ചു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ലീ സിസ്റ്ററെ. പിന്നെ നിങ്ങൾക്ക് മിസ്റ്റർ സാബു 18-50 വായിക്കും. ചാപ്റ്ററിന്റെ 50 വായിക്കേ. അതിൽ പറയുന്നു അവൻ ജിന്നിന്റെ ജാമിദ ടീച്ചർ പറയട്ടെ. ഫസ്റ്റ് അക്ബറ ഇതിന്റെ അർത്ഥം എന്താണ്? ഗർവ്, അഹങ്കാരം. അതല്ലല്ലോ ഇവിടുത്തെ ഗർവ്. അപ്പൊ ഇബ്ലീസ് ഗർവ് നടിച്ചില്ലേ? അതുകൊണ്ട് എന്റെ പൊന്നു സുഹൃത്തെ, ചോദ്യത്തിൽ നിന്നിട്ട് മറുപടി പറയൂ. ഇബ്ലീസ് 2 പെണ്ണുങ്ങളും നിൽക്കുകയാണ്. 2 പെണ്ണുങ്ങളും 10 ആണുങ്ങളും നിൽക്കുമ്പോൾ ആണുങ്ങളെല്ലാം മുട്ടുകുത്താൻ പറഞ്ഞാൽ പെണ്ണ് മുട്ടുകുത്തുന്നില്ല. എന്നിട്ട് പെണ്ണിനോട് ചോദിക്കാൻ നിങ്ങൾ എന്താ മുട്ടുകുത്താത്ത? ആണുങ്ങളോട് പ്രത്യേകം പറയും, ആണുങ്ങളെല്ലാരും ഗർവ് നടിച്ചു എന്ന് പറഞ്ഞാൽ ഗർവ് നടിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടും കേൾക്കാതിക്കുക. അത് മനസ്സിലാക്കണേ. നടിക്കുകയാണോ നിങ്ങൾ? പൊട്ടനാണോ? പൊട്ടൻ നടിക്കുക. ഇവിടെ ആരാണ് പൊട്ടെന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഗർവ് നടിക്കുന്നു ഇബ്ലീസ് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകില്ല. നിങ്ങൾ കുറച്ച് 1400 വർഷമായിക്കാണ്ട് ഇബ്ലീസിനോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാല്. ഹലോ, അള്ളാഹുവാണ് പൊട്ടൻ. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഫസ്റ്റ് അക്ബർ എന്ന് പറഞ്ഞ ഗർവ് നടിച്ചു എന്നാണ്, അഹങ്കരിച്ചു. അല്ലാഹുവിന് ബുദ്ധി ഉണ്ടെങ്കിൽ പറയൂ. മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ആദാമിനെ സുജൂദ് ചെയ്യുക. അവര് സുജൂദ് ചെയ്തു. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. സുജൂദ് ചെയ്യാൻ അർഹൻ അള്ളാഹു മാത്രമുള്ള സ്ഥിതിക്ക് അള്ളാഹു പറയുകയാണ് ഒരു മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ സുജൂദ് ചെയ്യാൻ. ഏറ്റവും വലിയ ഷിർക്കാണത്. അത് നമ്മളവിടെ പറ്റ വിഷയമല്ലാത്തത് കൊണ്ട് അത് വിടുന്നു. അള്ളാഹു പറഞ്ഞു. എന്നിട്ട് മലക്കുകളോടാണ് പറഞ്ഞത്, ജിന്നുകളോടല്ല. ഇവൻ ജിന്നിലുള്ളവനാണെന്ന് 18-ന്റെ 50 പറയുന്നു. അപ്പൊ അവനല്ലേ ശരി? എന്നിട്ട് അവനെ വഴിപിടിപ്പിച്ചത് അള്ളാഹു. ഒന്ന് പോവേ. അവന് ഗർവ് നടിച്ചു പറഞ്ഞിട്ടില്ല ഈ സിസ്റ്ററെ. എന്റെ സുഹൃത്തെ, ഗർവ്, കെബീർ, വസ്തക്ബറ, അവൻ അഹങ്കരിച്ചു. നിലവാരമില്ലാത്ത സാബു ഇടയ്ക്ക് കയറല്. നമുക്ക് നിലവാരം മനസ്സിലാവുന്നുണ്ട്. സാബു ഇടയ്ക്ക് കയറരുത്. ഇല്ലാത്ത കാര്യം ഇടയ്ക്ക് കയറുകയും ചെയ്തു. ബ്രായിടുകയും ചെയ്യരുത്. ബ്രായിടാൻ ഇവിടെ താങ്കൾക്ക് അനുവാദമില്ല. അല്ലെ? അപ്പോ ഇപ്പൊ നമ്മള് കൃത്യമാണ്. എന്റെ ചോദ്യം, 9ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചു, 10ാം ക്ലാസ്സുകാർ വന്നില്ല. അല്ലെങ്കിൽ 10ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചു, 9ാം ക്ലാസ്സുകാർ വന്നില്ല. ഇതേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത്. ഇപ്പോ ഒരു ക്ലാസ്സിൽ ഒരു 4 പെൺകുട്ടിയും 10 ആൺകുട്ടികളും നിൽക്കുന്നു. ആൺകുട്ടികളോട് പറയാണ്, മക്കളെ നിങ്ങൾ എല്ലാവരും പോയി മൂത്രമൊഴിച്ചോളൂ എന്ന് പറയുന്നു. പെൺകുട്ടികൾക്ക് എന്തായിരുന്നാലും ആൺകുട്ടികളോടൊപ്പം പോയിട്ട് മൂത്രമൊഴിക്കാൻ പറ്റില്ല. ആഹാ, എന്നാ നിങ്ങൾ പോയില്ലേ, എല്ലാവരും പൊയ്ക്കോ പുറത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആൺകുട്ടികളോട് പ്രത്യേകം പറയണം, പെൺകുട്ടികളോട് പ്രത്യേകം പറയണം. ഇത് നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഒരു നോർമൽ സെൻസാണ്. പിശാച് ഒരു പ്രത്യേക വിഭാഗമാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു മലക്കും ഒരു വലിയ മലക്കുമാണെങ്കിൽ നമ്മളത് പറയില്ല. കാരണം എന്താ? മലക്കുകളെ, മലക്ക് അതിന്റെ ജംഅ് മലായിക്കത്ത് എന്ന പദം തന്നെയാണ് അള്ളാഹു പ്രയോഗിച്ചത്. നമുക്ക് മനസ്സിലാകും. മലക്കുകൾ, ഈ മലക്കുകളുടെ വിഭാഗത്തിൽ പെടാത്ത പിശാചിനെ, ഇബ്ലീസിനെ അള്ളാഹു പുറത്താക്കി. ശരി, ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അള്ളാഹുവിന്റെ സൃഷ്ടിയായിരുന്നു. ആ ഇബ്ലീസ് ഗർവ് നടിച്ചത് എന്തുകൊണ്ടാ? അള്ളാഹു പറഞ്ഞ എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സകല ലോക രക്ഷിതാവിനെ മാത്രമേ സ്തുതിക്കാവൂ എന്നല്ലേ? സാഷ്ടാംഗം നമസ്കരിക്കേണ്ടത് അള്ളാഹുവിനു മാത്രമല്ലേ?
എന്നിട്ടും മലക്കുകളോട് പറഞ്ഞു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആദമിന് സുജൂദ് ചെയ്യാൻ. അള്ളാഹു പറഞ്ഞതിന്റെ പേരിൽ മലക്കുകൾ അത് ചെയ്തു. ഇബ്ലീസിനോട് ചെയ്തിട്ടുമില്ല, ഇബ്ലീസിനോട് പറഞ്ഞിട്ടുമില്ല. എന്നിട്ടും നിങ്ങൾ പറയുന്നത് ഇബ്ലീസിനെ പുറത്താക്കിയെന്ന. അതിലാണ് അള്ളാഹു എന്ന ഇൻസ്പെക്ടർ മോശമാണ് എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹു എന്ന ക്രിയേറ്റർ മോശക്കാരനാണ് എന്ന് നമ്മൾ പറയുന്നത്. നീതിബോധമില്ലാത്തവനാണ് എന്ന് പറയുന്നത്. കാരണം വാക്കിന് യാതൊരു സ്ഥിരതയും ഇല്ലാത്ത ഒരാൾ. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. എന്നാൽ പിന്നെ ഒരിക്കൽ കൂടി ഇബ്ലീസ് നീയും സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. എന്നാ പാവപ്പെട്ട ഇബ്ലീസ് സുജൂദ് ചെയ്യത്തില്ലായിരുന്നോ? പടച്ചോന്റെ കുറ്റമല്ലേ അത്? ദയവ് ചെയ്ത് സാബു ആ പോയിന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ മറുപടി പറയൂ. അതെ, ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതുപോലെ വിശ്വസിക്കുന്ന ഒരു ഒറ്റ മുസ്ലിമിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഖുറാനകത്ത് അള്ളാഹു എന്ന് എഴുതി വെച്ചിരിക്കുന്നു, ഇവര് വിശ്വസിക്കുന്ന വേറെയാണ്. ഏതൊരു വാക്യം ഖുറാനകത്ത് നിന്ന് എടുത്ത് വായിച്ചാലും അതങ്ങനല്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നത് ലളിതമാണ്, അറബി ഭാഷയിൽ എഴുതിയതാണ്, എല്ലാവർക്കും മനസ്സിലാകും, ദൃഷ്ടാന്തങ്ങളുണ്ടെന്നും പറഞ്ഞാണ് ഈ ഒരു മുഹൂര വേണ്ട ഈ ഇങ്ങനെ എല്ലാം എഴുന്നള്ളിക്കുന്നത്. പക്ഷെ ഒറ്റ വാക്യം നമ്മൾ വായിച്ചവരെ കേൾപ്പിച്ചാൽ അത് അവർ സമ്മതിക്കല്ല. ഉടനെ അവർ പറയും അതങ്ങനല്ല, നിങ്ങൾ വായിക്കുന്ന അർത്ഥം അങ്ങനല്ല. ശരി, ഇനി നിങ്ങളുടെ അർത്ഥം പറയൂ, അതിങ്ങനാണ്, അതിന് തെളിവെന്തോ? തെളിവൊന്നുമില്ല, ഞങ്ങളങ്ങ് പറയാണ്. ഈ സാബു ഇവിടെ കടന്നു വന്ന കാലം മുതൽ പുള്ളി വിശ്വസിക്കുന്ന ഒരു ഒറ്റ ഖുറാൻ വാക്യം പോലും കാണത്തില്ല. ഏത് വാക്യം എടുത്താലും അതിന് അവരുടെ വ്യാഖ്യാനമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഇത് എവിടുന്ന് കിട്ടി? പണ്ഡിതർ പറഞ്ഞു. ഏത് പണ്ഡിതനാണ്? അതൊരു പണ്ഡിതൻ പറഞ്ഞു. ഏതാണ് പണ്ഡിതൻ? ആ പണ്ഡിതന്റെ പേരില്ല, അല്ല അതിന് തെളിവുകളില്ല. അപ്പോൾ ഒരിക്കലും ഇവരിൽ നിന്ന് ഖുറാനിൽ കിടക്കുന്ന ഒരു വാക്യം അതുപോലെയാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. പണ്ട് ജാമിദ് ടീച്ചർ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നാലും ഈ പുള്ളി അതിനകത്ത് കടിച്ചു പോയി അവിടെ കിടക്കും. പറഞ്ഞു ഇപ്പൊ ഇവിടെ ഉദാഹരണം പറഞ്ഞതുപോലെ എന്താ അസംബ്ലി സ്കൂളിന്റെ അസംബ്ലി കഴിഞ്ഞതിന് ശേഷം സ്റ്റുഡൻസ് എല്ലാം അവരവരുടെ ക്ലാസ്സുകളിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേന് അവിടെ ടീച്ചേഴ്സിനെ കാണാൻ വന്ന അധ്യാപകർ പേരൻസ് കൂടെ കയറി ക്ലാസ്സിൽ പോയിരുന്നു, അല്ലെ പോയി ഇരിക്കണം. ഇതാണ് പുള്ളിയുടെ ഫിലോസഫി. ഉള്ള ഫിലോസഫി അനുസരിച്ച് അധ്യാപകർ സ്റ്റുഡൻസ് ക്ലാസ്സിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ വന്ന നാട്ടുകാരും കൂടെ കയറി അവിടെ ഇരിക്കണം എന്നാണ് പുള്ളി പറയുന്നത്. എന്തുകൊണ്ട് കയറിയില്ല എന്നുള്ള ചോദ്യമാണ്. ഇതിനൊന്നും ഒരു യുക്തിപരവും ബോധമുള്ള ഒരു മറുപടി ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പിളർത്തിയതുപോലെ സാധ്യമായ ഒരു കാര്യമാണ്. രണ്ടായിട്ട് കീറി വെച്ചെന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ ഒരു സത്യസന്ധമായ കാര്യമാണ് സാബുവിനെ കൊണ്ട് ഇതിന് മറുപടി പ്രകടിപ്പിക്കാൻ. അത് ഒരിക്കലും നടക്കുകയല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിട്ടിരുന്നോ, സാബു പറയത്തില്ല. ഇനി ഖുറാനകത്ത് 33-50 അർത്ഥം പറയാൻ പറഞ്ഞു നോക്കി. നാട്ടിലെ പെണ്ണുങ്ങളെ മുഴുവൻ മുഹമ്മദിന് കെട്ടാം എന്ന് പറഞ്ഞ് അള്ളാഹു ആയത്തിറക്കി കൊടുത്തിട്ട് നിനക്ക് യാതൊരു വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്തൊരു ആയത്ത് കിടപ്പുണ്ട്. ഇത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു നോക്കി. വിഷമം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹമ്മദിന്റെ ഇവിടുത്തെ വിഷമം തീർക്കാനാണ് അള്ളാഹു ഈ പെണ്ണുങ്ങളെ മുഴുവൻ കൊടുത്തെന്ന് പറഞ്ഞാൽ അത് ആ വിഷമം അതല്ല. അത് പുള്ളിക്ക് കഞ്ഞി കുടിക്കാനുള്ള വിഷമമായിരുന്നു. അന്നേരം പുള്ളിക്ക് വിശന്നായിരുന്നു. വിശന്ന് കൂറ കുത്തിയിരിക്കുമ്പോഴാണ് അള്ളാഹു പറയുന്നത് നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം കെട്ടിക്കൊള്ളാൻ പറയുന്നത്. എന്നിട്ട് അവസാനം അള്ളാഹു പറയുകയാണ് നിനക്ക് വിഷമം ഏതാണ്? വിശപ്പിന്റെ വിഷമമാണ്, അല്ലാതെ സ്ത്രീ വിഷയമല്ല. പക്ഷെ കൊടുക്കുന്നത് സ്ത്രീയാണ്. പക്ഷേ മുഹമ്മദിന്റെ വിഷമം എന്ന് പറഞ്ഞ വിശപ്പാണ്. എന്നിട്ട് പുള്ളി അവസാനം അല്ല, അതിനകത്ത് വേറൊരു സ്ട്രാറ്റജി ഉണ്ട് വർഗീസ് പാസ്റ്റർ. അതായത് അള്ളാഹു ആണല്ലോ വിശപ്പ് കൊടുത്തത് നബിക്ക്. അപ്പൊ നബിക്ക് എന്ത് വിശപ്പാണെന്ന് കൃത്യമായിട്ട് പഠിച്ചോന് മനസ്സിലായത് കൊണ്ടാണ് പെണ്ണുങ്ങളെ കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അതെ അതെ അതെ, ആ വിഷമം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവരോട് ചോദിച്ചു നോക്കി. അത് ചിരിച്ച് നമ്മുടെ ഊപ്പാട് വരും. അതാണ്. എന്നിട്ട് അതിന്റെ ഏറ്റവും വലിയ അതിന്റെ ഏറ്റവും വലിയ തമാശ എവിടെയാണെന്നറിയോ ടീച്ചർ? അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് അള്ളാഹു കരുണാനിധിയും മാരനും ജയലളിതയാകുമെന്നും പറഞ്ഞ് ഒരു വിശേഷണം കൂടെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ഇതുമായിട്ട് യോജിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. മുഹമ്മദിന്റെ അപ്പന്റെ സഹോദരിമാരുടെ മക്കളെ അമ്മ അള്ളാഹുവിനൊന്ന് സെൽഫായിട്ട് ട്രോളാനും ഉണ്ടല്ലോ റൈറ്റ്സ്. മിണ്ടല്ലേപ്പാ, പോട്ടെ. അയ്യോ കൊള്ളാം. അപ്പം സാബുവിന്റെ അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ വിമർശിക്കണം എന്ന് പറഞ്ഞിട്ടോ ഒരു വിഭാഗം മുസ്ലിങ്ങളുടെ മനസ്സിൽ അവരുടെ മതവികാരങ്ങൾ വ്രണപ്പെടുത്തണമെന്നോ വിചാരിച്ചിട്ട് ഇറങ്ങി വന്നിട്ടുള്ള ഒരാളല്ല ഞാൻ.
ഞാൻ മതം പഠിച്ച് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ പഠിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പരീക്ഷ എഴുതി എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, എൻ്റെ അറിവ് എന്താണ്, മികവ് എന്താണ് എന്ന് തെളിയിച്ച് 16 വർഷം മുതൽ ഏകദേശം ഒരു 18 വർഷത്തോളം ഖുർആൻ ക്ലാസ്സുകളും പഠിപ്പിക്കലുകളും മദ്രസ അധ്യാപനങ്ങൾ അറബി കോളേജിലൊക്കെ ആയിട്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയ വ്യക്തിയാണ് ഞാൻ. ഒരാഴ്ചയിൽ 10-11ഓളം ഖുർആൻ ക്ലാസ്സുകൾ തിരുവനന്തപുരം ജില്ലയിലെ നഴ്സറികളിലും പിന്നെ മദ്രസകളിലും അതുപോലെ ഓരോ വീടുകളിലും ഒക്കെ കണ്ടക്ട് ചെയ്ത് പിന്നെ പെരുന്നാൾ നമസ്കാരത്തിന് അതുപോലെ പിന്നെ നോമ്പിന് തറാവി നമസ്കാരത്തിനൊക്കെ ഒരുപാട് ലീഡ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഇതിനെ വിമർശിക്കണം എന്ന് വിചാരിച്ചിട്ടോ നിങ്ങളെ പരിഹസിക്കാനോ നിങ്ങളെ വിഷമിപ്പിക്കാനോ അല്ല. ഇതിനകത്ത് മാനവികതയില്ല. ഒരു കാലഘട്ടത്തിനും യോജിച്ച ഗ്രന്ഥമല്ല ഇത്. മനുഷ്യന്റെ പരസ്പരം ഐക്യം തകർക്കുകയും മനുഷ്യന്മാർക്കിടയിലുള്ള പരസ്പരം സൗഹാർദ്ദവും സ്നേഹവും തകർക്കുകയും ചെയ്യുന്ന മാനവികതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണിതെന്നും അങ്ങനെ ഒരു ദർശനമാണിതെന്നും മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ഈ മതം ഞാൻ ഉപേക്ഷിച്ചത്. ഇനി അതല്ല, ഇതിനകത്ത് മാനവികതയുണ്ട്, ഇതിനകത്ത് നൈതികതയുണ്ട്, കാലാനുസൃതമാണ് എന്നൊക്കെ നിങ്ങൾ കാലാനുവർത്തിയാണ് എന്നൊക്കെ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറുമാണ്. എനിക്ക് അങ്ങനത്തെ യാതൊരു നിർബന്ധ ബുദ്ധിയുമില്ല. നിങ്ങൾ എന്നെ അഹങ്കാരിയാണെന്നും പിശാചാണെന്നും ഇബിലീസ് ആണെന്നും ഒക്കെ പറയുമെങ്കിലും ആ ഇബിലീസിൽ പോലും അള്ളാഹുവിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ മൊറാലിറ്റി കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഈ മതം ഉപേക്ഷിച്ചത്. നിങ്ങൾ വിഷയങ്ങൾ കുറച്ചുകൂടി പഠിച്ച് കുറച്ചുകൂടി റെഫറൻസുമായിട്ട് വരൂ. നമ്മുടെ അച്ഛൻ കുഞ്ഞ് സാറുണ്ട്, വർഗീസ് പാസ്റ്റർ ഉണ്ട്, നമുക്ക് പൊന്നാനിയിൽ പോകണമെങ്കിൽ പോകാം. അതല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കണമെങ്കിൽ ഷഹാദത്ത് സ്വീകരിക്കണമെങ്കിൽ അങ്ങനെയാകാം. അതല്ല, കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വിജ്ഞാനങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഡിബേറ്റിനും ഇരിക്കാം. ഞാൻ തയ്യാറാണ്. അപ്പോൾ തൽക്കാലം ഞാൻ പോകുന്നു. മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ടൈമായി. ഒരു മിനിറ്റ് ജാമിദ ടീച്ചറെ, ഒറ്റൊരു കാര്യം കൂടെ ടീച്ചർ ഇനി വരുമ്പോഴേ ഈ 65-ന്റെ 4-ൽ ഈ ശിശുഭോഗം അനുവദിച്ചു കൊടുക്കുന്ന തൊലാഖിന്റെ ഭാഗം ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്കും പ്രായം കൊണ്ട് ആർത്തവം വരാത്ത കുഞ്ഞുങ്ങൾക്കും കാലം അനുവദിച്ചു കൊടുക്കുന്ന അള്ളാഹു. അപ്പൊ അത് ശരിക്കും കുഞ്ഞുങ്ങളെ നിക്കാ ചെയ്യാനുള്ള അനുവാദം കൊടുക്കലല്ലേ? ഇവരുടെ തഫ്സീറുകൾ വായിച്ചിട്ട് അങ്ങനെയാണ്. ആ വിഷയത്തെ പറ്റി ഒന്ന് ഡോക്ടർ ഇന്നലത്തെ ഞാൻ എന്റെ ലൈവിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റില് ശിശുഭോഗത്തിന് ഇസ്ലാമിന്റെ തെളിവുകൾ റഫറൻസ് സഹിതം ഞാൻ എന്റെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഫേസ്ബുക്കിന്റെ പേജിലും ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി അത് ചർച്ചയ്ക്ക് എടുക്കാവുന്നതാണ്. വിവാഹത്തിനൊരു പ്രായം ഇസ്ലാമിലില്ലല്ലോ. ഗർഭസ്ഥ ശിശുവിനെ വരെ കെട്ടിച്ചു കൊടുക്കാൻ പിതാവിന് അനുമതി നൽകുന്ന ഒരുപാട് തെളിവുകൾ ഞാൻ തന്നെ പോസ്റ്റ് രൂപത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി ചർച്ചയ്ക്ക് എടുക്കാം. അപ്പോൾ ഞാൻ പോകുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും കണ്ടതിൽ വളരെയധികം സന്തോഷം. ഒരു സമയം വെച്ചിട്ട് നമുക്കൊരു ഡിബേറ്റിന് ഇരിക്കാം തീർച്ചയായിട്ടും. ഇങ്ങനെ ആരെങ്കിലും വന്നാൽ. താങ്ക് യു സോ മച്ച്. ടീച്ചറിന്റെ സമയത്തിന് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.